പ്രൈസ് ദി ലോർഡ്. പാപത്തെ കണ്ടുകൂടാതെ വണ്ണം സ്വച്ഛ കണ്ണുള്ളവനായ ദൈവകുമാരൻ, സ്തോത്രം, ഒരു രക്താശയം കലങ്ങി ഉന്നത രക്തസമ്മർദ്ദത്തിന് വിധേയനായി, സ്തോത്രം, രക്തം വിയർത്തു. ആ കപ്പ്, ആ പാനപാത്രം ആദാമ്യകുലത്തിന്റെ പാപത്തിന്റെ കുറ്റം എന്ന നീചമായ കപ്പാണ്. സ്തോത്രം. കാൽവറി ഏതുമില്ല, ക്രൂശീകരണം ഏതുമില്ല. എന്നാൽ ഈ പാപത്തിന്റെ വിഴുപ്പ് ചുമന്നതാണ് ദൈവകുമാരന് ഏറ്റവും വേദനയായത്. എന്നെ കേൾക്കും ദൈവമക്കളെ, സ്തോത്രം, നമ്മുടെ മോചനത്തിനായി വേറെ വല്ല വഴിയുണ്ട് ചെയ്തോണേ. വേറെ ഒരു വഴിയില്ല, ഇങ്ങ് തന്നേരെ എന്ന് പറയുന്ന ദൈവപുത്രനെ നിങ്ങളൊന്ന് കണ്ടേ. എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ, എന്നെയും നിങ്ങളെയും ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിക്കുവാൻ, സ്തോത്രം, ദൈവപുത്രൻ ആ പാപം ചുമക്കുക അല്ലാതെ വേറെ ഒരു വഴിയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി എൻ്റെ കർത്താവ് ആ പാപം ചുമന്നു. നമ്മൾ പലപ്പോഴും ഒരപകടത്തിൽ നിന്ന് രക്ഷിച്ചു എന്നുള്ളത് ഓർത്ത് കണ്ണുനീരൊഴുക്കി ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ദൈവം നമുക്ക് മാന്യമായ സുഖ സൗകര്യങ്ങളും ജീവിത സൗകര്യങ്ങളും തന്നു എന്നുള്ളത് ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അത് ചെയ്യണം. പക്ഷേ അതിനേക്കാളേറെ ദൈവത്തെ സ്തുതിക്കേണ്ടത് വേറാരും ചെയ്യാത്ത, വേറാരും ഭൂമിയിലാരും ചെയ്യാത്ത, ഇത് മനസ്സിലാവുന്നുണ്ടോ? വേറാരും ചെയ്യാത്ത, ഏറ്റവും അടുത്തവർ പോലും ചെയ്യാത്ത. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ബിൽ ക്ലിന്റന്റെ ഭാര്യ എഴുതിയ പുസ്തകത്തെക്കുറിച്ച് അവരെ പറഞ്ഞത് വായിച്ചു. നിങ്ങൾ വായിച്ചതായിരിക്കുമല്ലോ. ബിൽ ക്ലിന്റന്റെ ഭാര്യ, അയാൾ ഒരു തെറ്റ് ചെയ്തു. അവൾ പറഞ്ഞത്, she was almost on the point of divorcing him. ആ പാപവുമായി എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടെന്ന്, no, leave him alone. പത്രത്തിൽ വന്നത്, I felt like strangling him in bed. വായിച്ചായിരുന്നല്ലോ നിങ്ങൾ? കണ്ടോ ഒരു തെറ്റ്? ആ തെറ്റിനോട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അംഗീകരിക്കാൻ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ പോലും കൂട്ടാക്കുകയില്ല. സ്തോത്രം. എന്നാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ പാപത്തിന്റെ വിഴുപ്പ് പാണ്ഡം തന്റെ പാവന ശരീരത്തിൽ ചുമന്നുകൊണ്ട് കാൽവറി മേൽ കയറി. സ്തോത്രം. ഈ രാത്രി ദൈവത്തോട് അതിനായിരിക്കണം വേറെ നന്ദി ഉണ്ടായിരിക്കേണ്ടത്. സ്തോത്രം. ദൈവത്തോട് നന്ദി പറയുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം. ചില മിനിറ്റുകളിൽ നിന്ന് താമസിച്ചു പോയി, ദയവായി നിങ്ങൾ ക്ഷമിക്കണം. എങ്കിലും ഞാൻ പറയുന്നത് ഒരു സ്തോത്രം ഒന്ന് ഉപസംഹരിക്കാനായി ഞാൻ പറയുകയായിരുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവത്തോട് ഇതിനെ സംബന്ധിച്ച് ഈ ഏറ്റവും ശ്രേഷ്ഠമായ സ്തോത്രം, ഈ സ്നേഹത്തിന്റെ പ്രകടനത്തിന് മുമ്പിൽ നമുക്ക് നന്ദിയുണ്ടോ? എൻ്റെ കർത്താവേ, നീ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചത്, എൻ്റെ പാപം അംഗീകരിക്കുവാൻ, എൻ്റെ പാപവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അംഗീകരിക്കുവാൻ എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ പോലും തയ്യാറാകയില്ല. എന്നാൽ അങ്ങുന്ന് എൻ്റെ പാപത്തിന്റെ കുറ്റം വഹിച്ച് എൻ്റെ മേൽ വിധിക്കപ്പെട്ട മുഴുവൻ ശിക്ഷയും സഹിച്ച് എന്നെ വിടുവിച്ചതിൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഞാൻ നിന്നോട് എന്നും നന്ദിയുള്ളവനായിരിക്കുന്നു. നമുക്കൊന്ന് ഏറ്റു പറയാം. നമ്മളൊന്ന് ഏറ്റു പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മളിൽ അങ്ങ് പ്രസാദിക്കുക, നമ്മുടെ കർത്താവിന്റെ മുറിവുകൾ കുളിർമ കൊള്ളുകയാ. ഹല്ലേലൂയ. നമുക്കൊന്ന് ഏറ്റു പറയാം. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. നമുക്കിന്നും ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടി വരുവാൻ കർത്താവ് തന്ന
ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇന്ന് ആദ്യമായി വന്ന ചില സഹോദരങ്ങളുണ്ട്. അതായത് നിങ്ങൾക്കും മനസ്സിലാകത്തക്കതുപോലെ ലളിതമായി പറയുവാൻ ശ്രമിക്കുകയാണ്. കാരണം ദൈവദിനവുമായി അല്പം ബന്ധമൊക്കെ നിങ്ങൾക്ക് ഉള്ളതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. അതായത് നമ്മൾ ദൈവദിനം പരിശോധിക്കുമ്പോൾ അനാദിയിലെ ദൈവനിർണയത്തിൻ്റെ നിവൃത്തീകരണത്തിനുള്ള ചുവടുകളാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ആദ്യം മുതലേ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ഉദ്ദേശമില്ലാതെയല്ല, എല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടി പ്രകാരമാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ചരിത്രത്തിൽ നടന്നതൊന്നും യാദൃച്ഛികമല്ല, എല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ നിവൃത്തീകരണമാണ്. അത് നമ്മളിങ്ങനെ ചിന്തിച്ചു വരികയായിരുന്നു. നിത്യതയ്ക്കു വേണ്ടി മനുഷ്യനെ ഒരുക്കുവാൻ, ദൈവസഭയെ ഒരുക്കുവാനുള്ള ദൈവത്തിൻ്റെ ചുവടുകളാണിത്. നിത്യതയിൽ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവസഭ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ചിലപ്പോൾ ചില ധാരണ പെശകളുള്ളതുകൊണ്ടാണ് പലപ്പോഴും ആശയങ്ങൾ നമുക്ക് വ്യക്തമാകാതെ പോകുന്നത്. നിത്യതയിൽ ദൈവസഭ ഒരു കൂട്ടം അഭയാർത്ഥികളായി അവിടെ ചെന്ന് കിടക്കുകയായിരിക്കും എന്നുള്ള ചിന്ത നമ്മൾ ഉണ്ടാകരുത്. ഇത് മണവാട്ടി എന്ന നിലയിൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളായിരിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ നിത്യതയിലുള്ള പദവികളിലെല്ലാം ഒരു പങ്ക് ദൈവസഭയ്ക്ക് ദൈവം നിയമിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതത്തിന്റെ ആത്യന്തികമായ സാധ്യത അത് വളരെ വലുതാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടു. എന്നാൽ നമുക്ക് ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കൊരു ചെറിയ ഗ്ലിംസ് ഉണ്ട്. വി ഹാവ് എ പാസിംഗ് ലുക്ക്, ഒരു ഗ്ലിംസ് എന്ന് പറയാം. ജസ്റ്റ് ഒന്ന് മിന്നായം കാണുന്ന പോലെ നമുക്കൊന്ന് എത്തി നോക്കാൻ ദൈവവചനത്തിലൂടെ നമുക്ക് കഴിയുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ അത് ഇങ്ങനെയാണ്, ക്രിസ്തു യേശുവിൽ നമ്മൾ കൂട്ടവകാശികളാകുമെന്ന്. അതാണ് മണവാട്ടി മണവാളൻ എന്ന ബന്ധം അർത്ഥമാക്കുന്നതും. നമ്മൾ പലപ്പോഴും പല ആളുകളും ഭൗമികമായ ദുഃഖങ്ങൾ ഒഴിവായി സുഖങ്ങൾ വർദ്ധിച്ച അളവിൽ അനുഭവിക്കുന്ന ഒരു ജീവിതം, അത് മാത്രമേ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഭൗമികമായ ദുഃഖങ്ങളില്ല, ധാരാളം നന്മകൾ നമുക്കുണ്ടായിരിക്കും. എന്നാൽ ഭൗമമണ്ഡലത്തിലല്ല, ആത്മമണ്ഡലത്തിലായിരിക്കും നമ്മളെന്നുള്ള കാര്യം മറക്കരുത്. സ്തോത്രം. വളരെ വളരെ ആഴമായ പദവികൾക്ക് ദൈവം നമ്മെ ഒരുക്കുകയാണ്. ആ വലിയ ഉന്നതമായ പദവികൾക്കായി ദൈവം തന്നെ സഭയെ ഒരുക്കുമ്പോൾ അതിന് യോഗ്യന്മാരാകണം നമ്മൾ. സ്തോത്രം. അതിന് സഭയെ ഒരുക്കുകയാണ്. നിത്യതയിൽ ഒരു ഘട്ടത്തിൽ പോലും വീഴ്ച സംഭവിക്കാതെ, പരാജയം സംഭവിക്കാതെ, ലൂസിഫറിനുണ്ടായ അബദ്ധം സംഭവിക്കാതെ നിത്യതയിൽ കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ തുടരുവാൻ ഇടയാകണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ വ്യക്തിയിൽ മാറ്റങ്ങൾ വരണം. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും സാഹചര്യങ്ങൾ അനുകൂലമാക്കി വെക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. സാഹചര്യങ്ങളെ നന്നാക്കുക എന്നുള്ളത് രണ്ടാം കാര്യമാണ്. സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്ത് വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. നമ്മൾ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയുന്നത്, കർത്താവേ എൻ്റെ സാഹചര്യം ഒന്ന് അനുകൂലമാക്കണേന്ന്. അസുഖം മാറ്റണം, ജോലിയുടെ പ്രശ്നം തീർക്കണം, വീസയുടെ പ്രശ്നം തീർക്കണം, വീട്ടിലെ കാര്യങ്ങൾ ശരിയാക്കണം. നമ്മൾ അതിനുവേണ്ടിയാണ് പലപ്പോഴും ദൈവത്തെ പിൻപറ്റുന്നത്. ഭൗമികമായ കാര്യങ്ങൾ നന്നാക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പലപ്പോഴും ദൈവത്തെ പിൻപറ്റുന്നതും ആത്മീക ശുശ്രൂഷകൾ ഏർപ്പെടുന്നതും. എന്നാൽ ദൈവം ഈ ഭൗമിക കാര്യങ്ങൾ അങ്ങനെ വെച്ചിരിക്കുന്നത് തന്നെ നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതിനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവുമില്ലെന്നിരിക്കട്ടെ, ഒരു പ്രശ്നവുമില്ല, സുഖമായി ജീവിക്കുന്നു, എല്ലാം നന്മ, എല്ലാം അനുഗ്രഹം, ചിന്തിക്കുന്നു, എല്ലാം സാധിക്കുന്നു. പിന്നെ ജീവിച്ച് 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 ജീവിതം കൊണ്ട് ഇനി മതി, ജീവിച്ചില്ലേ, ഇനി മരിച്ചേക്കാം. മനസ്സിലായില്ലേ? അങ്ങനെ സ്വയം തീരുമാനിക്കുമ്പോൾ ശരീരം വിട്ട് പോകുന്നു. അങ്ങനെ ഒരവസ്ഥയാണ്, ഒരു പ്രശ്നമില്ലാത്ത ഒരു സാഹചര്യമാണ് ഈ ലോകത്തിലുള്ളതെങ്കിൽ ആരാനും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവോ? നോ, ആരും ചിന്തിക്കയില്ല.
പലപ്പോഴും നമ്മൾ ദൈവത്തെ ഓർക്കുന്നത് തന്നെ ഈ യൂണിവേഴ്സിന്റെ ഈ ക്രമീകൃതമായ ആ ചലനത്തിൽ, പുരോഗതിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിസ്റപ്ഷൻ ഉണ്ടാകുമ്പോഴാണ്. ഭൂമിയൊക്കെ ഇങ്ങനെ സൂര്യന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എല്ലാം ഭംഗിയായി പോകുന്നു. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. സൂര്യൻ കിഴക്കുദിക്കണം, രാവിലെ ഉദിക്കും, വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കും. വലിക്കുമ്പോൾ വായു കിട്ടണം, ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം കിട്ടണം, സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തണം. എവറിത്തിങ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. എല്ലാം അങ്ങനെ ഇതങ്ങനെയാ. വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്. എന്നാൽ അതിനകത്ത് ചിലപ്പോൾ ഒരു ചെറിയൊരു അലുകുലുക്കം ഉണ്ടാകും. ഭൂമി ഒന്ന് കുലുങ്ങി, ദൈവമേ. പിന്നെ ഒരു കൊടുങ്കാറ്റടിച്ചു, മഴ പെയ്തില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് എല്ലാം ശരിയായി പോകുന്നു. വലിച്ചിട്ട് ശ്വാസം കിട്ടുന്നില്ല. അങ്ങനെങ്ങാണ് എന്തെങ്കിലും വരുമ്പോഴാ ദൈവമേ എന്നൊന്ന് നിലവിളിക്കുന്നത്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ, സ്തോത്രം. അല്ലേ, വി ടേക്ക് തിങ്സ് ഫോർ ഗ്രാൻഡഡ്, എവറിത്തിങ് ഗോസ് ലൈക്ക് ദാറ്റ്. അപ്പൊ ദൈവം, നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടതിനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങേണ്ടതിനുമാണ് ഈ ഭൂമിയിൽ ഇതൊക്കെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ പ്രത്യേക സാഹചര്യത്തിലാണ്. എവ്രി വൺ ഈസ് ഇൻ ഹിസ് ഓൺ വേൾഡ് എന്ന് പറയാം. അവൻ്റെ ആ മണ്ഡലത്തിൽ പ്രതിസന്ധികൾ കാണും, സന്തോഷങ്ങൾ കാണും, വെല്ലുവിളികൾ കാണും. ഇങ്ങനെ പലതും ഒത്തിരിയൊക്കെ. എല്ലാവരുടെയും ഓരോ ലോകമാണ്. അല്ലേ? എല്ലാവർക്കും ഓരോ ലോകമുണ്ട്. പിന്നെ ഒരു കുടുംബത്തിന് പിന്നെ ഒരു ലോകമുണ്ട്, ഒരു സമൂഹത്തിന് പിന്നെ ഒരു ലോകമുണ്ട്. ഇങ്ങനെ അവരവരുടെ ലോകമാണ്. ഈ അവരവരുടെ ലോകത്തിൽ ദൈവം നമ്മളെ ആ പ്രത്യേക സാഹചര്യത്തിൽ ഇന്നാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കാൻ. അവിടെയുള്ള ആ വെല്ലുവിളികളും പ്രതിസന്ധികളും ഇതൊക്കെ നമ്മുടെ മോൾഡിങ്ങിന്, ടു മോൾഡ് us according to his will for eternity. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ അങ്ങനെ അവിടെ വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും നാം അറിയുന്നു എന്ന് റോമർ 8:28 നമ്മൾ വായിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇതിനു വേണ്ടി, അപ്പോൾ ഇതെല്ലാം ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. അത് തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ. ഏദനിലെ പാപം, ലൂസിഫറിന്റെ മത്സരം, ഇതെല്ലാം ഇസ്രായേലിനെ തെരഞ്ഞെടുക്കുന്നത്, ഇതെല്ലാം ഈ ഉദ്ദേശത്തിന് വേണ്ടിയുള്ള ദൈവിക കാര്യപരിപാടികളിലെ ചുവടുകളാണെന്നാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇത് 11ാമത്തെ ദിവസമാണ്. ഞങ്ങൾ അതിന്റെ പല ഘട്ടങ്ങൾ, പല കാര്യങ്ങൾ ഇങ്ങനെ വിശദമായി ചിന്തിക്കുകയുണ്ടായി. കേൾക്കണേ, ഇത് നമ്മൾ അതിനെ തുടർന്ന് ചിന്തിക്കുക. ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുക്കുന്നതും അവർക്ക് ന്യായപ്രമാണം കൊടുക്കുന്നതും ഒക്കെ ദൈവത്തിന്റെ പ്രത്യേകമായ ലക്ഷ്യത്തോടു കൂടെയാണ്, ഉദ്ദേശ്യത്തോടു കൂടെയാണ്. സ്തോത്രം. ന്യായപ്രമാണം എന്തിനു കൊടുത്തെന്നുമൊക്കെ നമ്മളിവിടെ ചിന്തിക്കുകയുണ്ടായി. സ്തോത്രം. അതിലൊരു പ്രധാന കാര്യം, പാപപരിഹാരത്തിന് ദൈവ നിയമിതമായ വ്യവസ്ഥകൾ മനുഷ്യവർഗത്തെ ഏൽപ്പിക്കാനാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത്. ആ വ്യവസ്ഥകളുടെ സമാഹാരം, ലിഖിത രേഖയാണ് ന്യായപ്രമാണം. സ്തോത്രം. ഞാൻ പറഞ്ഞു മനസ്സിലായി. പാപപരിഹാരത്തിന് ദൈവം നിയമിച്ചിരിക്കുന്ന വ്യവസ്ഥകളുടെ ലിഖിത രേഖയാണ് ന്യായപ്രമാണം. അത് നിവർത്തി ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. ആ തലക്കെട്ടോടുകൂടി നമ്പരിട്ടെഴുതിയ ന്യായപ്രമാണ വ്യവസ്ഥകൾ മനുഷ്യവർഗത്തെ ഏൽപ്പിച്ചു. അതിൽ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായി ഇസ്രായേലിനെ ഏൽപ്പിച്ചു. അവനെല്ലാ പദവികളും കൊടുത്തു. അവന് ദൈവത്തിന്റെ മകൻ എന്ന സ്റ്റാറ്റസ് കൊടുത്തു. അവനോട് പറഞ്ഞു, നീ ഇതെല്ലാം അനുസരിച്ച് അവന് ഒത്തിരി നന്മ തരായി. തെറ്റിച്ചാൽ നല്ല ഒന്നാന്തരം അടി തരും. ഒരപ്പൻ മകനെ നടത്തുന്ന പോലെ മകൻ എന്തോ കൊടുക്കും, ഇടയ്ക്ക് സമ്മാനവും കൊടുക്കും, അടിയും കൊടുക്കും. ഇല്ലേ, രണ്ടും കൊടുക്കും. ചെയ്യേണ്ട പോലെ ചെയ്താൽ എന്തോ ചെയ്യും, സമ്മാനം കൊടുക്കും. തെറ്റിച്ചാൽ എന്തോ അടി കൊടുക്കും. നോക്കണേ, ഒരപ്പൻ, അതാ നീ ഇസ്രായേൽ എൻ്റെ പുത്രൻ. നോക്കണേ, ഫാദർ ചൈൽഡ് റിലേഷൻഷിപ്പ്. അത് കേൾക്കുന്നുണ്ടേ? സ്തോത്രം. മകനാ. അതാണ് സ്തോത്രം. അപ്പോൾ പഴയ നിയമത്തിലെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തങ്ങൾ, സ്തോത്രം, യൂണിറ്റ് ടെസ്റ്റിൽ ടോപ്പ് ചെയ്തപ്പം മോന് മേടിച്ചു കൊടുക്കുന്ന എന്തുവാ ഇവിടുത്തെ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒരു കിറ്റ് കാറ്റോല്ലോ, ഞങ്ങളുടെ സ്റ്റാൻഡേർഡിൽ പറയുകയാണ്. അല്ലെ ഒരു ഐസ്ക്രീം ആവട്ടെ, യൂണിറ്റ് ടെസ്റ്റിൽ ടോപ്പ് ചെയ്തു. ശരി, നിനക്കൊരു ഐസ്ക്രീം, അല്ലെ ഒരു പിസ്സ, അതുപോലെ. എന്നിട്ട് കുരുത്തക്കേട് കാണിച്ചപ്പം പിടിച്ചു നിർത്തി ഒരടി. ഇത് തന്നെയാ. ഇത് ചെയ്താൽ ഇനിന നന്മ, തെറ്റിച്ചാൽ ഇനിന ശിക്ഷ. മനസ്സിലാകുന്നുണ്ടല്ലോ? സ്തോത്രം. അതിനാണ് പഴയ നിയമത്തിന്റെ ഭൗമിക നന്മകളുടെ വാഗ്ദത്തം. പുതിയ നിയമത്തിൽ കിടന്നുകൊണ്ട് അത് നമ്മുടെ ആ ലൗകികതയോടുള്ള, ഭൗമികതയോടുള്ള ആ അത്യാർത്തി കാരണം അത് തരും ഇത് തരും ഇങ്ങനെ എന്നിട്ടോ അത് വചനത്തിലുണ്ടോ? തപ്പിയെടുത്തോണ്ട് വരും. വേറൊന്നും അറിയാൻ മേലെങ്കിലും
യേശുക്രിസ്തു പാപരിഹാരനാണെന്ന് പുസ്തകത്തിൽ എവിടെ എഴുതിയിരിക്കുന്നു ചോദിച്ചാൽ പോലും അറിയാൻ മേലെങ്കിലും ആ പഴയ നിയമത്തിലെ അതെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്ന് നോക്കിയോ എഴുതി വെച്ചിരിക്കുന്ന വാക്യങ്ങളെല്ലാം അതാ. അല്ലേ ഡയറി നോക്കിക്കോ, വേദോസ്തവത്തിൽ നോക്കിക്കോ, എഴുതി വെച്ചിരിക്കുന്നതല്ല അതാ. മാർക്കർ, ഹൈലൈറ്റിംഗ് മാർക്കർ കൊണ്ട് വരച്ചേക്കുന്ന മുഴുവൻ. ദേഷ്യമൊന്നും വരില്ല, അല്ലെന്ന് പറയാം. സ്തോത്രം. പുതിയ നിയമത്തിൽ അത് അപ്പടി ആവർത്തിച്ചിട്ടില്ലെന്ന് എന്താ ഒന്ന് ചിന്തിക്കാത്തത്? സ്തോത്രം. പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്തം ഞാൻ പലപ്പോഴും നിങ്ങളെ ഓർപ്പിച്ചു. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ദൈവം തരും. ഭക്തിയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതൊന്നും എൻ്റെ പൊന്ന് കർത്താവ് നമുക്ക് മുടക്കുകയില്ല. ഒരു നേരം ഭക്ഷണം തന്നില്ലെങ്കിൽ ഇപ്പോഴെൻ്റെ കുടലിനൊരു റെസ്റ്റ് ആവശ്യമായിരുന്നു, ഇതും എൻ്റെ നന്മയ്ക്കാണെന്ന് ദൈവത്തിൻ്റെ നന്മയിലും കരുതലിലും തെറ്റിക്കൂടായ്മയിലും, പ്രൈസല്ലോ, സ്തോത്രം, അവൻ്റെ സർവജ്ഞതയിലും അവൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിലും ഉറപ്പുണ്ടായിട്ട് ഹൃദയപൂർവ്വം അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഭക്തനാണ് യഥാർത്ഥ വിശ്വാസി. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചതാണ്. സ്തോത്രം. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടേ? സ്തോത്രം. അല്ലാതെ വിശ്വാസി എന്ന് പറയുമ്പോൾ വിശക്കുമ്പോൾ ഒരു സ്നേഹിതൻ വരുന്നു, അവൻ്റെ കെൻഡക്കി പാക്ക് മേടിച്ചു കൊണ്ടുവന്ന് ധൃതിയുണ്ട്, എനിക്കങ്ങ് ആത്മാവ് പ്രേരിപ്പിച്ച് ഇത് മേടിച്ചുകൊണ്ട് തരണമെന്ന് കൊണ്ട് തന്നേച്ച് ഓടിപ്പോകുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ അത് മനസ്സുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കുന്ന അതല്ല വിശ്വാസം. മനസ്സിലായില്ലേ? ദൈവത്തെ മനസ്സിലായതിനിപ്പോൾ പറഞ്ഞേ വസ്തുതയല്ല. ഇതിങ്ങനെ ഒരു മീൽ കൊണ്ടുവരുന്നതല്ല വിശ്വസിക്കേണ്ട, പിന്നെ ദൈവത്തെ വിശ്വസിക്കണം. സ്തോത്രം. അത് ആവശ്യം അത് ചെയ്യും. അല്ല ഇന്ന് റെസ്റ്റ് തരികയാണെങ്കിൽ അത് തരും. സ്തോത്രം. അതാ വിശ്വാസം എന്ന് പറയുന്നത്. സ്തോത്രം. നമ്മളിതൊക്കെ ചിന്തിച്ചതാണല്ലോ. ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. സ്തോത്രം. അങ്ങനെ എല്ലാ പ്രോത്സാഹനങ്ങളും കൊടുത്തു. സ്തോത്രം. പക്ഷേ ആദാമ്യവർഗത്തിൽ മിടുമിടുക്കന്മാരായ യഹൂദന്മാർ പോലും ദൈവം മിടുക്കന്മാരായി തെരഞ്ഞെടുത്തതാണോ എന്നതിനേക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് 2 വാദഗതികളുമുണ്ട്. സ്തോത്രം. പിന്നെ ദൈവം അവരെ തെരഞ്ഞെടുത്ത ഈ പ്രത്യേക ഉദ്ദേശത്തിന് തെരഞ്ഞെടുത്തുകൊണ്ട് അവരെ മിടുക്കന്മാരാക്കിയതാണ്. സ്തോത്രം. ഇന്ന കഴിവ് തന്നായിരുന്നേ ഞങ്ങളിരുന്നേനെയും എന്നൊന്നും ആർക്കും ദൈവത്തോട് പിന്നെ പറയാം. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. മനസ്സിലായില്ലേ? ആർക്കും തിരിച്ചൊരു വാക്കും പറയാൻ ഇടയാകാതിരിക്കേണ്ടതിന് സ്തോത്രം സകല കഴിവുകളും കൊടുത്ത്. ഇന്നും നോക്കണേ. അതുകൊണ്ട് യഹൂദന്റെ ഹുങ്ക കാണുമ്പോൾ എനിക്ക് ചിരി വരും. അവർ ശരിക്കും ഹുങ്കുള്ളവരാ. അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ദ സുപ്പീരിയർ ടു ദി സെമിറ്റിക് റൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അറിയാമല്ലോ, അങ്ങനെ ഭയങ്കര ഹുങ്കാണ് അവർക്ക്. പക്ഷേ ദൈവം ഈ പ്രത്യേക ഉദ്ദേശത്തിന് തിരഞ്ഞെടുത്ത് കഴിവ് കൊടുത്താണെന്നുള്ള കാര്യം അവര് മറന്നുപോകുന്നു. സ്തോത്രം. പോട്ടെ പ്രിയപ്പെട്ട. അതുപോലെ നമ്മൾ ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, നമുക്കും അങ്ങനെ തന്നെയാണ്. ദൈവം നമ്മളെ അസാധാരണമായി എന്തെങ്കിലും കഴിവും ഫെസിലിറ്റീസും തന്ന് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ it is with a purpose for his ministry that God has endowed us with that special gift. Forget it not. സ്തോത്രം. ഒരു പ്രത്യേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം നമ്മെ മുൻകണ്ടതുകൊണ്ടാണ്. സ്തോത്രം. അതിനുവേണ്ടി എക്വിപ്പ് ചെയ്യാനായിട്ടാണ് ദൈവം നമ്മെ അങ്ങനെ ആക്കിയെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. ആട്ടെ പ്രിയ ദൈവമക്കളെ, മുമ്പോട്ട് പോട്ടെ. അങ്ങനെ സ്തോത്രം. ഇസ്രായേലിന് സകല പ്രോത്സാഹനങ്ങളും കൊടുത്തു. മാത്രമല്ല പ്രവാചകന്മാരെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വിട്ട് അവരോട് പറയിപ്പിച്ചു. നിങ്ങൾ പ്രവചന പുസ്തകമൊക്കെ വായിച്ചു നോക്കണം. പ്രവാചകന്മാർ അവരുടെ ഇടയിൽ ചെയ്ത ശുശ്രൂഷകളുടെ ആ ശ്രേഷ്ഠത, അതിൻ്റെ ഗൗരവം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വിവിധ നിലകളിൽ പ്രവാചകന്മാർ അഭിനയിച്ച് കാണിച്ചു. യെശയ്യാവിന്റെ പുസ്തകം, എസ്കേലിന്റെ പുസ്തകം, യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവമേ എന്ന് ഞാൻ അതിശയം വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ കാഷ്വലായിട്ട് അങ്ങ് വായിച്ചു വിടുക, അങ്ങനെയൊന്നും അല്ല. അത് വായിക്കുമ്പോൾ അത്ഭുതം തോന്നണം. എന്തിനാണെന്നറിയാമോ? ഇസ്രായേലിനെ മനസ്സിലാക്കി കൊടുക്കാനാ. ഞാൻ ഈ പറഞ്ഞൊക്കെ മനസ്സിലാക്കാൻ 2 ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ട് പോകാം. നമുക്കറിയാമല്ലോ, യെശയ്യാവിനോട് ദൈവം പറഞ്ഞു, 20-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, നീ ചെന്ന് നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കള, അരയിൽ നിന്ന് അരക്കച്ചയും അഴിച്ചു കള. അങ്ങനെ എൻ്റെ ദാസനായ യെശയ്യാവ് 3 സംവത്സരം നഗ്നനായും ചെരുപ്പിടാതെയും നടന്നു. കേൾക്കുന്നുണ്ടേ? നടന്നതാ. എന്തിനാണെന്നറിയാമോ? സ്തോത്രം. എന്തിനാ അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സത്യമാ കേട്ടോ, സത്യമാ. യെശയ്യാവിന്റെ പുസ്തകം 20-ാം അധ്യായം, കൊച്ചൊരധ്യായം.
അച്ഛാ അതിന്റെ ഒരു കാര്യം 3-ാം വാക്യം വായിച്ചാൽ മതി, നേരം പോവല്ലോ. വേഗം വായിച്ചോ. 3 മിസ്രി മതി മതി. വായിച്ചു വായിച്ചു വായിച്ചു. വായിച്ചു വായിച്ചോടെ. കേട്ടോ, പറഞ്ഞാൽ ഇവർക്ക് തിരിയില്ല. പിന്നെ കൊടുക്കുക അഭിനയിച്ച് കാണിച്ചു കൊടുത്തു. ചേട്ടാ ഇങ്ങനെ നിങ്ങളെ പിടിച്ചോണ്ട് പോവും. മനസ്സിലാവുന്നുണ്ട്? ഓ, ദൈവം തന്റെ ഭക്തന്മാരെ പ്രവാചക ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമില്ല. പ്രവാചക ശുശ്രൂഷ കണ്ണുനീരിന്റെ ശുശ്രൂഷയാ, കഷ്ടതയുടെ ശുശ്രൂഷയാ, ഒറ്റപ്പെടലിന്റെ ശുശ്രൂഷയാ, സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നൊരു ശുശ്രൂഷയാ. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഞാൻ അതിന്റെ ഗൗരവം നിങ്ങളൊന്ന് കാണിച്ചു തരാനായിട്ട്. ഇസ്രായേലിനോട് ദൈവം ചെയ്ത ഇടപാടുകൾ, നരകത്തി വിടുക എന്ന് പറഞ്ഞ കളിയല്ല. നരകത്തി വിടുന്നതിന് മുമ്പ് ദൈവം മനുഷ്യനോട് ഇടപെടാവുന്ന സകല വിധങ്ങളിലും ദൈവം ഇടപെടും. അതാണ് ഞാൻ മുമ്പേ ഉദ്ധരിച്ച വാക്യം. റോമാലേഖനത്തിൽ പറയുന്ന പോലെ അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. യെഹെസ്കേലിന്റെ പുസ്തകം എടുത്താലേ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 24-ാമത്തെ. അതുപോലെ എനിക്ക് അതിശയം വിചാരിക്കുന്ന ചില സന്ദർഭങ്ങളാണത്. സ്തോത്രം. 24-ാം അധ്യായം അതിന്റെ 15-16 ഒന്ന് വായിച്ചേ. മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത്. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്തെ എന്റെ ഭാര്യ മരിച്ചു കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു. കേട്ടോ, ഇനി അതിന്റെ 24-ാം വാക്യം വായിച്ചേ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അടയാളമായിരിക്കും. മതിയല്ലോ. എന്നതാ വായിക്കുന്നത്? ഒരു ദിവസം ജനത്തോട് പറഞ്ഞിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ശിക്ഷ വരുന്നു. ദൈവവചനം അനുസരിക്കാതെ നടന്നോണ്ട് ഇതിന്റെ ശിക്ഷ വരുന്നു. പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാകണില്ല. ഇവര് വിറ്റും നട്ടും നിന്നും കുടിച്ചും ഇങ്ങനെ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും ഇങ്ങനെ നടക്കുക. സ്തോത്രം. ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക യെഹെസ്കേലേ, ഇവര് മനസ്സിലാകുന്നില്ല, ഇവരെ എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണമല്ലോ. ഒരു കാര്യം ചെയ്യ, ഞാൻ ഒരടിയാൽ നിന്റെ കണ്ണിന് ആനന്ദമായവളെ ഒറ്റയടിയാൽ ഞാൻ മാറ്റിക്കളയാൻ പോകുന്നു. അദ്ദേഹം പ്രവാചകൻ തന്റെ ഭാര്യ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് ആ വാക്കിൽ നിന്ന് മനസ്സിലാവും, ഇല്ലേ? കണ്ണിന് ആനന്ദമായവളെ. സ്തോത്രം. Possibly she must have been a very beautiful lady and that prophet loved her very, very dearly. എന്റെ കണ്ണിന് ആനന്ദമായവളെ ഒറ്റയടിയാലെ മാറ്റിക്കളെ. മിണ്ടിപ്പോരുന്നു. കരയരുത്, നിലവിളിക്കരുത്, നെടുവീർപ്പിടരുത്. വേണമെങ്കിൽ മൗനമായി നെടുവീർപ്പിട്ടോളാൻ പറഞ്ഞു. എന്നിട്ടോ തലയ്ക്ക് തലപ്പാവ് കെട്ടി, കാലിന് ചെരുപ്പ് വിട്ട്, വടിയും പിടിച്ച്, അരകെട്ടി എന്ന് പറഞ്ഞാൽ 3-piece സൂട്ടൊക്കെ ഇട്ട് എല്ലാം റെഡിയായി ഇരുന്നോളാൻ. വീട്ടും സൂട്ടും എല്ലാം വിട്ട് അവൻ ഇങ്ങനെ വടിയും പിടിച്ച് ഷൂസും എല്ലാം റെഡിയാക്കി ഇവനിങ്ങനെ ഇരിക്കുക, വീർത്ത് കെട്ടി ഇരിക്കുക. ആ മനുഷ്യത്വത്തിന്റെ ആ ഒരു ചെറിയ പരിഗണന കൊണ്ടാണ്. വേണമെങ്കിൽ നീ ഒന്ന് മൗനമായി നെടുവീർപ്പിട്ടോളാൻ പറഞ്ഞു. മിണ്ടരുത്. അവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നരുത്. ഇതൊന്നും അനങ്ങണ്ടാകുന്നു. രാവിലെ എല്ലാവരോടും പറഞ്ഞു. സന്ധ്യ ആയപ്പോൾ ഭാര്യ മരിച്ചു. പറഞ്ഞതുപോലെ ചെയ്തു. നീ എന്നതായി കാണിക്കുന്നു? മരിച്ചപ്പോൾ നീ വിലപിക്കേണ്ടതിന് പകരം നീ ഇങ്ങനെ ഫുൾ സൂട്ടിൽ വീർത്ത് കെട്ടി നീ ഇരിക്കുന്ന എന്നതാ? എന്താ ഈ കൊണ്ടുവരുന്ന വിലാപത്തിന്റെ അപ്പമൊക്കെ തിന്നുന്ന അത് അവരുടെ രീതിയിലെ കഷ്ടം. എന്താ നീ ഇതൊന്നും ചെയ്യാത്ത? മറുപടി, ഇതാ ഞാൻ നിങ്ങൾക്കൊരടയാളമാണ്. ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തി മരിക്കുമ്പോൾ മരിച്ചു കിടക്കുന്നത് കണ്ടേച്ച് നീ വേഗം നിന്റെ ജീവന് വേണ്ടി ഇട്ടുകെട്ടി ചെരുപ്പിട്ട് മുറുക്കി അവർക്ക് വേണ്ടി ഒരു നെടുവീർപ്പ് മാത്രം മൗനമായി ഇട്ടോണ്ട് നിന്റെ ജീവന് വേണ്ടി ഓടേണ്ടി വരും. അത് പറഞ്ഞു കൊടുക്കാന്
ഇതാണ് പ്രവാചക ശുശ്രൂഷ. എനിക്ക് അതിനെക്കുറിച്ച് പിന്നെ ഒന്ന് കുറച്ചുകൂടി സ്വീകരിക്കണമെന്നുണ്ട്. നോക്കണേ, അങ്ങനെ തന്റെ ദാസന്മാരെ, തന്റെ പ്രിയ ഭക്തന്മാരെ ഇത്ര കഠിനമായ, ഇത്ര വിഷമകരമായ ശുശ്രൂഷകൾക്കൊക്കെ സ്തോത്രം നിയമിച്ച് ദൈവം ഇസ്രായേലിനെ ന്യായപ്രമാണത്തിലെ വ്യവസ്ഥകൾ പാലിക്കാനുള്ള സകല പ്രോത്സാഹനങ്ങൾ കൊടുത്തു. എന്നിട്ടും അവർക്ക് പോലും ഇത് പാലിക്കാൻ ഏറ്റവും ഒടുവിലായി ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ ഏറ്റവും പരമകഷ്ടം, പുത്രൻ തമ്പുരാൻ തന്നെ നേരിട്ട് അവരുടെ ഇടയിൽ എഴുന്നള്ളി. അവന്റെ വരവിന് മുമ്പ് ജനത്തെ ഒരുക്കേണ്ടതിന് യോഹന്നാൻ സ്നാപകനെ അയച്ചു. അതിനു മുമ്പ് ഒരു 400 വർഷം പ്രവാചകൻ, ഈ പ്രവാചകമല്ല ഞങ്ങളെ അല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ എന്നാരെങ്കിലും പറഞ്ഞാൽ മനസ്സിലായോ? അങ്ങനെ പറഞ്ഞാൽ അതിനുള്ള മറുപടി ആയിട്ടാണെന്നാണ് തിയോളജിയൻസ് പറയുന്നത്. 400 വർഷം ഈ ഒന്നുമില്ലാതിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ മദ്രാസിൽ കർത്താവിന്റെ വേലയിലായിരുന്ന കാലത്ത് ഒരു ചെറുപ്പക്കാരനോട് സുവിശേഷം പറയും. പല പ്രാവശ്യം പറഞ്ഞു സുവിശേഷം പറയും. ഒരു ദിവസം അവനെ പറയും, എന്റെ തോമസേ നീ നിർത്തുമ്പോ അന്നേ ഞാൻ ഇനി മാനസാന്തരപ്പെടുന്നുള്ളൂ പറയും. അതുകൊണ്ട് നീ ഇനി മിണ്ടാതിരുന്ന് കഴിഞ്ഞാലേ ഞാൻ ശരി എന്ന് ഞാൻ പറയും, ഞാൻ മിണ്ടുന്നില്ല. മനസ്സിലാവുന്നു? അപ്പൊ അങ്ങനെ വല്ലോ ആണ് ഇവരെങ്കിൽ മനസ്സിലായോ? ഈ പ്രവാചകന്മാരെ വിട്ട് ഇതൊക്കെ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊന്നും പാലിക്കാൻ മേല, സ്വസ്ഥത തരാതെ ഇവർ പുറകെ കൂടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒക്കാഞ്ഞ്. They were real nagging at us, so we didn't enjoy that, so naturally we developed a rebellion and we couldn't keep the laws എന്ന് ഇസ്രായേലിൽ ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലായോ? അതിനൊരു മറുപടി ആയിട്ട് വാ. 400 വർഷം പ്രവാചകനില്ലാതെ, സ്തോത്രം, ശുശ്രൂഷകരില്ലാതെ, സ്തോത്രം, അങ്ങനെ ഇസ്രായേൽ ഒരർത്ഥത്തിൽ അങ്ങനെ അവഗണിക്കപ്പെട്ട പോലെ കിടന്നിരുന്നു. മലാഖിയുടെ പ്രവചന ശേഷം സ്തോത്രം അതിൻ്റെ ഒടുവിലായി ആ മരുഭൂമിയുടെ അവസ്ഥയുടെ ഒടുവിലായി ഹല്ലേലൂയ ദൈവം പ്രവാചകന്മാരിൽ പ്രവാചകനായ യോഹന്നാൻ സ്നാപകനെ അയച്ചു. അവൻ വന്ന് ജനത്തെ ഒരുക്കി. അതിൻ്റെ ഒടുവിൽ സ്തോത്രം അങ്ങനെ ഒരുക്കപ്പെട്ട ജനഹൃദയങ്ങളുടെ നടുവിലേക്ക് യേശു മശിഹ വന്നു. കർത്താവ് വന്ന് 3.5 വർഷം അവരുടെ ഇടയിൽ ശുശ്രൂഷിക്കുക. ഇവിടെ എനിക്കൊരു പ്രധാന കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. കർത്താവ് അവരുടെ ഇടയിൽ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ സ്തോത്രം കർത്താവ് ഒരിക്കൽ പോലും പലസ്തീൻ നാടിൻ്റെ അതിരുവിട്ട് പുറത്ത് പോയില്ല. ഒരിക്കൽ പോലും പലസ്തീൻ നാടിൻ്റെ അതിരുവിട്ട് കർത്താവ് പുറത്തു പോയില്ല. സ്തോത്രം. കാര്യം എന്താ? കർത്താവ് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കാണ് നിയമിക്കപ്പെട്ടത്. സ്തോത്രം. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ച സിറിയ ഫിനീഷ്യ പ്രദേശത്തുകാരിയായ സ്ത്രീ വന്ന് കർത്താവിനോട് മകൾക്ക് ഭൂതോപദ്രവം അതികലശലായിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അവളെക്കുറിച്ച് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഇങ്ങനെ നടക്കുമ്പോൾ സാധാരണഗതിയിൽ ശിഷ്യന്മാര് ആളുകളെ ഓടിച്ചു കളയുക, പോയിന്ന് പറഞ്ഞു ഓടിച്ചു കളയുക. എന്നാൽ ഈ സന്ദർഭത്തിൽ ശിഷ്യന്മാർക്ക് പോലും ഇവളോട് സഹതാപം തോന്നത്തക്ക നിലയിൽ ഇവള് പുറകെ കരഞ്ഞോണ്ട് നടക്കുമ്പോൾ ദീർഘദൂരം നടന്നു കാണും. നടന്നപ്പം ശിഷ്യന്മാർ വന്നു, ഗുരു ഒത്തിരി നേരമായിട്ട് ഇവൾ ഇങ്ങനെ നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവളെ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു, ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ അടുത്തേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. സ്തോത്രം. പിന്നെയും പറഞ്ഞു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുകയില്ല. നിങ്ങൾ ഈ താമസിക്കുന്ന ഈ നാട്ടുകാരായ ആളുകൾ ഇവര് പറയുന്ന ഇതാ, മുസ്ലിംസ് പറയുന്നത്, പിന്നെ ഇസ്രായേലിന് വേണ്ടിയല്ലേ മശിഹ വന്ന്, യേശു വന്ന്, നിങ്ങളെല്ലാം കൂടെ എന്തിനാ? മനസ്സിലായില്ലേ? സ്തോത്രം. അതുകൊണ്ട് യഹോവയുടെ സാക്ഷികളും അത് പറയും. അതിനുള്ള മറുപടിയാണ് എന്ന് കേൾക്കണേ. സ്തോത്രം. ഈ 3.5 കൊല്ലക്കാലത്തെ ശുശ്രൂഷ ഇസ്രായേലിന്റെ നടുവിലായിരുന്നു. ഇസ്രായേലിന്റെ നടുവിൽ ഒരിക്കൽ പോലും പലസ്തീൻ നാടിനെ അതിരുവിട്ട് കർത്താവ് പുറത്തോട്ട് പോയില്ല. ഇങ്ങനെ നടക്കുക. യഹൂദന്മാർ പാർക്കുന്ന ആ ഭാഗങ്ങളിൽ മാത്രം
അവർ ഇസ്രായേലിന്റെ നടുവിൽ മാത്രം ശുശ്രൂഷിച്ചു. അത് അവരോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ. ഞാൻ പറഞ്ഞല്ലോ, പ്രവാചകന്മാരിലൂടെയുള്ള ഇടപെടൽ, ഇങ്ങനെ ദീർഘമായി നിന്ന ഇടപെടലിന്റെ ഒടുവിലായിട്ട് പ്രൈസല്ലോ സ്തോത്രം, കർത്താവ് അങ്ങനെയും നേരിട്ട് വന്ന് അവരുടെ മധ്യത്തിൽ ശുശ്രൂഷിച്ചു. എന്നിട്ടും അവർക്ക് ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥ നിവർത്തിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. അതാണ് കഴിഞ്ഞ ഈ 3 വർഷമായി ഞാൻ ഈ അത്തിയിൽ ഫലം അന്വേഷിച്ചിട്ടുണ്ട്, ഇതുവരെയുമില്ല. സ്തോത്രം. നോക്കണേ, അപ്പോൾ വെട്ടിക്കളയട്ടെ, 4-ാമതൊരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. കർത്താവിന്റെ ശുശ്രൂഷ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞല്ലോ 3.5 വർഷക്കാലമായിരുന്നു. 4-ാമതൊരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. സ്തോത്രം. ശുശ്രൂഷിച്ചു. എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ കർത്താവ് എന്ത് ചെയ്തു? സ്തോത്രം, ഇസ്രായേലിനെ തള്ളി. സ്തോത്രം. ഇസ്രായേലിനെ തള്ളി. അതിന്റെ അടയാളമാണ് അത്തിയെ ശപിച്ചത്. ഇസ്രായേലിനെ തള്ളി. പ്രത്യേക പദവിയിൽ ദൈവം പ്രത്യേക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച ഇസ്രായേലിനെ ആ പദവിയിൽ നിന്ന് തള്ളിക്കളഞ്ഞു. അതിന്റെ പ്രത്യക്ഷമായ അടയാളമായി അത്തിയെ ശപിച്ചു. ഉണങ്ങിപ്പോയി അത്തി. സ്തോത്രം. നമുക്കറിയാമല്ലോ, ആ അത്തി ഉണങ്ങി നിൽക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞു ഈ അത്തി തളിർക്കുമെന്ന് പറഞ്ഞു. അത് മത്തായി 24 സ്തോത്രം. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. ഈ അത്തി തളിർക്കും. എന്നിട്ട് അവരെ തള്ളി എന്ന് മാത്രമല്ല, ആ അത്തിയെ ശപിച്ചു എന്ന് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. സ്തോത്രം. നിങ്ങളുടെ ഭവനം ശൂന്യമാകും. സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ വരുന്നതിന് വാഴ്ത്തപ്പെട്ടവരെന്ന് നിങ്ങൾ പറയുവോളം ഇനി നിങ്ങൾ എന്നെ കാണുകയില്ല. മാത്രമല്ല, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവാലയത്തിനൊരു പുതിയ പേരിട്ടു. സ്തോത്രം. വായിച്ചാട്ട്, ആ വാക്യം വായിച്ചാട്ട്. മർക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലം സകലജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നത് നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെയെന്ന് അന്വേഷിച്ചു. നോക്കണേ, അവർക്ക് ശരിക്കും വൈരാഗ്യം ഉണ്ടാകുന്നതിന്റെ കാരണം അത്. കാരണം വൈരാഗ്യം ഉണ്ടാകാതിരിക്കാനായിട്ട് എന്താ കാരണം? സ്തോത്രം. ദൈവാലയത്തിന് ഇട്ട പുതിയ പേര് കണ്ടോ? സ്തോത്രം. പറഞ്ഞ ആ വാക്യം കൊണ്ട് വേണമെങ്കിൽ വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 24-ാം വാക്യം. അതിന് അവൻ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കളേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. കേട്ടോ. ഇനി മർക്കോസ്. രാവിലെ അവർ കടന്നു പോരുമ്പോൾ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. കണ്ടോ, അത്തിയെ ശപിക്കുകയാണ്. സ്തോത്രം. അത്തിയെ ശപിച്ചു, അത്തി ഉണങ്ങിപ്പോയി. അതിന്റെ ശപിക്കുന്നത് 13-ാം വാക്യത്തിലാണ്. 12-11 വായിച്ചു. പിറ്റേന്നാൾ അവർ ബെഥാന്യ വിട്ടു പോരുമ്പോൾ അവൻ വിശന്നു. അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്തുനിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വേന്നു വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അവൻ അതിനോട് ഇനി നിന്നും എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. കേട്ടോ. പിറ്റേന്ന് അവിടെ ചില ആളുകൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ ക്ഷണത്തിൽ അത്തി വേരോടെ ഉണങ്ങിപ്പോയി. ക്ഷണത്തിൽ വേരോടെ ഉണങ്ങിപ്പോയി. പിറ്റേന്ന് പോകുമ്പോൾ ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. ചില ചോദിക്കാൻ ഇതിന് ഒരു വ്യത്യാസമല്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ ക്ഷണത്തിൽ വേരോടെ ഉണങ്ങിപ്പോയി. മർക്കോസ് പറഞ്ഞു പിറ്റേന്ന് വന്നപ്പോഴാണ് ഉണങ്ങി നിൽക്കുന്നത്. ഇതൊരു വ്യത്യാസമല്ലേ എന്ന് പറയാറുണ്ട്. രണ്ടും ശരിയാ, കൂടുതൽ കൃത്യമായ ചിത്രമാണ്. കർത്താവ് അതിനെ ശപിച്ചപ്പോഴേ വേരോടെ ഉണങ്ങി തുടങ്ങി. പിറ്റേന്ന് വന്നപ്പോൾ ഇല കൊഴിഞ്ഞ് നിൽക്കുന്നു. മനസ്സിലായില്ലേ? സ്തോത്രം. അത് രണ്ടും കൂടുതൽ കൃത്യമായ ചിത്രം നമുക്ക് തരികയാണ്. സ്തോത്രം. അങ്ങനെ അത്തിയെ ശപിക്കുന്നു. അത് ദൈവം അതിനെക്കുറിച്ച് ചില വിമർശിക്കുന്ന യേശുക്രിസ്തുവിന് ലഭിച്ചിരുന്ന അല്ലെങ്കിൽ താൻ ആർജിച്ചിരുന്ന അസാധാരണമായ പ്രഭാവം നശീകരണത്തിന് വേണ്ടി ഉപയോഗിച്ചെന്ന തന്നെയല്ല. രാവിലെ തലേന്ന് ബഥാനിയിലായിരുന്നു, നല്ല ചാപ്പാടൊക്കെ അവരവിടെ കൊടുത്തു കാണും. അത് തലേന്ന് പറയുന്നുണ്ട്. വലിയ മുത്താഴമൊക്കെ ഒരുക്കി അവിടെ വലിയ അത്താഴവും വിരുന്നൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ വന്നപ്പോഴേ വിശന്നു. ശിഷ്യന്മാർ പുറകെ വരുമ്പോൾ അതിനു മുമ്പേ ഓടി ചെല്ലുക, വല്ല കാ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെറുക്കിയെടുക്കാനായിട്ട് ചെന്നു. അവന്റെ ആ സിനിക്കൽ ആറ്റിറ്റ്യൂഡ് കണ്ടില്ല എന്നൊക്കെ വിമർശിച്ച് പറയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല. കർത്താവ് വിശന്നത് സ്തോത്രം ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ്. ഈ അത്തിപ്പഴത്തിന്റെ കാലം അല്ലാഞ്ഞപ്പോ തന്നെ പോകുമ്പോഴേ നമുക്കറിയാമല്ലോ. അതിന് പല വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഒന്ന്, ഔട്ട് ഓഫ് സീസൺ ആണെങ്കിലും ഓൾമോസ്റ്റ് റൗണ്ട് ദ ഇയർ അത്തിയിൽ കായുണ്ട്. കായല്ലെങ്കിലും ദ ടെൻഡർ ലീവ്സ്
അത് വന്നിട്ടാണ്. ആ ടെൻഡർ ലീവ്സ് തന്നെ പിന്നെ തിന്നാൻ കൊള്ളാവുന്നതാണ്, അവർ തിന്നിരുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് റൗണ്ട് ദ ഇയർ അതിൽ, എന്നാൽ കൂടുതൽ വരുന്നത് ഒരു പ്രത്യേക സീസണിലാണെന്നേ ഉള്ളൂ. സ്തോത്രം. അതിനെക്കുറിച്ച് വേറെ ഒരു വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത്, അത് അത്യപത കാലം ഇസ്രായേലിന്റെ ഇടയിൽ ചെറിയ ആത്മീയമായ ചില ചൈതന്യമൊക്കെ ഉണ്ടായ കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇത് അങ്ങനെ യാതൊരു ചൈതന്യവും ഇല്ലാഞ്ഞൊരു കാലമാണ്. കർത്താവ് വന്ന് ശുശ്രൂഷിച്ചിട്ട് പോലും. മനസ്സിലായില്ലേ? സ്തോത്രം. അതായത് ലൗകികന്മാരായ ജഡികന്മാരായ പുരോഹിതന്മാരുടെ നേതൃത്വത്തിലാണ് അന്ന് യെരുശലേമിലെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അത് ഇസ്രായേലിനെ പ്രത്യേക ജാതി എന്ന നിലയിൽ നിന്ന് തള്ളിക്കളയുന്നതിന് അടയാളമാണ്. അത് കഴിഞ്ഞ് അടയാളമായി നമ്മൾ പിന്നെ വായിച്ചല്ലോ. സ്തോത്രം. ആലയത്തിനൊരു പുതിയ പേരിട്ടു. എന്താ പേര്? എന്റെ ആലയം. അങ്ങനാന്നോ? ഒന്നുകൂടെ വായിച്ചേ. അത് മറക്കല്ലേ. സകല ജാതികൾക്കും പ്രാർത്ഥനാലയം. ഒന്നാമത് പ്രാർത്ഥനാലയം അല്ല, പ്രാർത്ഥനയ്ക്കും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതാ പ്രയോഗം. സകല ജാതികൾക്കും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യെരുശലേമിലെ ദൈവാലയത്തിന് കർത്താവ് ഇത് പറയുന്ന സമയത്ത് 5 ഭാഗങ്ങളുണ്ട്. 5 ഭാഗങ്ങൾ. ഏറ്റവും പുറത്തുള്ളതിന് ജാതികളുടെ പ്രാകാരം എന്നാ പറയുന്നത്. ഏറ്റവും പുറത്തുള്ള മുറ്റം ജാതികളുടെ പ്രാകാരം. അതായത് പുറജാതിക്കാര് വന്നാലും ഏറ്റവും പുറത്തുള്ള ആ മുറ്റത്ത് നിന്ന് ദൂരോട്ട് നോക്കി ആ ദൈവാലയത്തിന്റെ എടുപ്പുകളൊന്ന് കണ്ട് ഇവിടെ ഒന്ന് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അങ്ങ് പോകി വെക്കും. എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ വന്നിട്ടും അവിടം വരെ വരാനൊത്തുള്ളൂ. അവിടെ സ്റ്റോളുകളുണ്ട്. സ്റ്റോളുകളിൽ പുസ്തക ചുരുളുകൾ, പ്രവചന ചുരുളുകളൊക്കെ മേടിക്കാൻ കിട്ടും. ആ പ്രവചനത്തിൻ്റെ ചുരുളുകളൊക്കെ മേടിച്ച്, യെശയ്യാ പ്രവചനത്തിന് ഒരു ചുരുളും മേടിച്ച് മൂപ്പര് അതിലൊക്കെ കുറേ നേരം കൂടെ കറങ്ങിയൊക്കെ നിന്ന് സത്യദൈവത്തെ അന്വേഷിച്ച് വന്നവനാ പാവം. എത്യോപ്യ ഇന്ന് ദീർഘദൂരം യാത്ര ചെയ്ത് ഇദ്ദേഹം വന്നിരിക്കുക സത്യദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ദൈവാലയത്തിലോട്ട് കയറാനൊന്നും അവസരമില്ല. ഉള്ളിടത്ത് നിന്ന് അവർ ഏതായാലും ഒന്ന് കിട്ടി. ഏതാ? യെശയ്യാവിന്റെ ചുരുളും കിട്ടി. അത് മേടിച്ചുകൊണ്ട് പാവം വളരെ വിഷമത്തോടെ നിരാശയോടെ മനസ്സിലായില്ലേ മടങ്ങി പോവുക. മടങ്ങി പോകുമ്പോൾ അവന്റെ ഹൃദയത്തിന്റെ നിലയറിഞ്ഞ സ്വർഗത്തിലെ ദൈവം, സ്തോത്രം, നമ്മുടെ ഫിലിപ്പോസിനെ അവന്റെ അടുത്തേക്ക് അയച്ച്, സ്തോത്രം, ദൈവം അവനെ സത്യ ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്കും നിത്യജീവങ്കിലേക്കും നടത്തി. അങ്ങോട്ട് ഞാൻ പോണില്ല. സ്തോത്രം. അവനും അവിടെ വരെ ചെല്ലാനത്തുള്ളൂ. അതാണ് ജാതികളുടെ പ്രാകാരം. ഈ പ്രാകാരത്തിന്റെ അകത്തോട്ട് കയറുന്നിടത്ത് ആ ഗേറ്റിങ്ങിൽ ഒരു കുറിപ്പ് വെച്ചിട്ടുണ്ട്, വലിയൊരു ബോർഡുണ്ട്. പുറജാതിക്കാരനെ നീ അതിര് കടന്നാൽ മരിക്കേണ്ടി വരും. ഒരു പുറജാതിക്കാരൻ ആ അതിർത്തിക്ക് അകത്തോട്ട് കയറിപ്പോയി അവനെ കല്ലെറിഞ്ഞു കൊല്ലും. അതിനകത്തോട്ട് കയറുന്നതിനാണ് സ്ത്രീകളുടെ പ്രാകാരം എന്നാ പറയുന്നത്. സ്ത്രീകളുടെ പ്രാകാരം. യഹൂദന്മാരായ സ്ത്രീകൾ, യഹൂദ വംശത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിയരായ സ്ത്രീകൾക്ക്, ശുദ്ധിയുള്ള സ്ത്രീകൾക്ക് അകത്തോട്ട് കയറാം. അതിനകത്ത് ആ സ്ത്രീകൾക്ക് അവിടെ വരെ വെക്കും. മഹാപുരോഹിതന്റെ ഭാര്യ എന്ന് പറഞ്ഞാലും അവിടെ വരെ വെക്കുള്ളൂ. അതിനകത്താണ് പ്രാകാരം. അത് ശുദ്ധിയുള്ള യഹൂദന്മാർക്ക് മാത്രം കയറാം. ശുദ്ധിയുള്ള എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ശാരീരിക യോഗ്യതകളാണ് പരിഗണിച്ച്. ചോണങ്ങുണ്ടെങ്കിൽ കയറാനൊക്കെയില്ല. മനസ്സിലായില്ലേ? പൊരി ചോണങ്ങനെ പോലും അകത്തോട്ട് കയറാനൊക്കെ. നീളം കൂടിയോനും നീളം കുറഞ്ഞോനും ഒക്കെയല്ലേ, അധികാംഗനും ഒക്കെയല്ലേ. ചിലക്കുണ്ടല്ലോ വിരലിന് 6 വിരൽ കാണും, അങ്ങനെയുള്ളവനും ഒക്കെയല്ല. അതിനേക്കാൾ ലൈംഗിക ശേഷി ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും ആ നിലയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളിന് പോലും കയറാൻ അത്ര ശാരീരിക യോഗ്യതകൾ പരിഗണിച്ചിട്ടാണ് അതിനകത്തോടുള്ള പ്രവേശനം. അതിനകത്താണ്, പ്രാകാരം കഴിഞ്ഞാണ് വിശുദ്ധ സ്ഥലം. വിശുദ്ധ സ്ഥലത്ത് ലേവ്യ പുരോഹിതന്മാർക്ക് മാത്രം, അതിനുമകത്തുള്ള കൃപാസനം ഇരിക്കുന്ന ദൈവദേശം എഴുന്നള്ളിയിരിക്കുന്ന അതിവിശുദ്ധ സ്ഥലത്ത്, സ്തോത്രം, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം, സ്തോത്രം, യാഗരക്തത്തോടുകൂടെ കടന്നില്ല. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് പേടിച്ച് 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 അവരുടെ ഇടയിലെ പാരമ്പര്യം പറയുന്നത് കാലയിലോ അരയിലോ തൊടലിട്ടോണ്ടാ പോകുന്നേ. സ്തോത്രം. വാതില് കർട്ടനായിട്ടേക്കുന്നത് തുറന്ന് അടച്ചു കയറുന്ന കതകുകളല്ല, കർട്ടൻ ഇട്ടിരിക്കുക. ഉല്യത്തി കർട്ടനാ അകത്തി എന്ന് കൃപാസനത്തിങ്കൽ എപ്പോഴും ഷക്കീന മേഘം, ഷക്കീന തേജസ് ഇങ്ങനെ എഴുന്നള്ളിരിക്കുക. സ്തോത്രം. ദൈവത്തിന്റെ പ്രത്യക്ഷമായ പ്രകാശം, ഷക്കീന ശോഭയോടെ നിൽക്കുക. അവിടേക്ക് ചെന്നാൽ എന്തേലും അശുദ്ധി ഉണ്ടെങ്കിൽ അവിടെ ചത്ത് വീണു. ഗോത്രത്തിന് കയറി എടുക്കാൻ ഒക്കൂല.
അതിനാണ് പുറത്തുനിന്ന് വലിച്ചിങ്ങെടുത്ത അരയിലോ കാലയിലോ തുടരിട്ടു. അങ്ങനെ പാവനമായി സൂക്ഷിച്ചിരുന്ന ദൈവാലയം, ആ ദൈവാലയത്തിന് എൻ്റെ പൊന്നു കർത്താവ് ഒരു പുതിയ പേരിട്ടു. എന്താ പേരിട്ട്? സകല ജാതികൾക്കും പ്രാർത്ഥനാലയം. ഇവര് കർത്താവിനെ കൊല്ലാൻ അന്നേരം പ്ലാൻ ഇട്ടു. അവിടെ വായിച്ചല്ലോ നമ്മൾ. നോക്കണേ, ഇസ്രായേലിനെ പ്രത്യേക ജാതി എന്നിരുന്നു തള്ളി. സ്തോത്രം. അങ്ങനെ സകല ജാതികൾക്കും വേണ്ടി. സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കാര്യപരിപാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നത് എന്ന് പറഞ്ഞാൽ, അബ്രഹാമിലൂടെ ഇസ്രായേൽ ജനതയെ തെരഞ്ഞെടുക്കുമ്പോൾ മുതൽ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഒരു പ്രത്യേക കാലഘട്ടമാണ്, ഒരു പ്രത്യേക യുഗമാണ്. സ്തോത്രം. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ആ യുഗത്തിന്റെ ഏതാണ്ട് പൂർണ്ണമായ അവസ്ഥയിലേക്ക് കടക്കുകയാണ്. അതിന്റെ പരിസമാപ്തി, അത് അവസാനിപ്പിച്ചുകൊണ്ട്, സ്തോത്രം, സകല ജാതികൾക്കും വേണ്ടി രക്ഷയുടെ വാതിൽ തുറന്നിടുന്ന, കേൾക്കുന്നുണ്ടേ, സകല ജാതികൾക്കും, സ്തോത്രം, ദൈവാലയത്തിലേക്ക് പ്രവേശനം അനുവദിച്ചു കൊടുക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട മുഹൂർത്തമായിരുന്നത്. സ്തോത്രം. അത് കഴിഞ്ഞ് അവൻ ആലയത്തിൽ നിന്ന് ഒരാഴ്ച പഠിപ്പിച്ചു. അത് കഴിഞ്ഞാണ് നമുക്കറിയാം, ഇന്നലെ പറഞ്ഞല്ലോ, അന്ത്യാത്താഴം, സ്തോത്രം, ഗതസമനായിലെ പ്രാർത്ഥന. ഞാൻ ഈ ഭാഗങ്ങൾ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഞാനിത്, സ്തോത്രം, ഇന്ന് ഞാൻ വിശദീകരിക്കായിരുന്നു. ഇതൊക്കെ സംശയങ്ങൾ ചോദിക്കുന്ന ഭാഗങ്ങളാണ്, മനസ്സിൽ വേണം. ഗതസമനായിലെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് ഇപ്പോൾ, ആ പാനപാത്രം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ആ പാനപാത്രം ആദാമ്യവർഗത്തിന്റെ പാപമാണ്. സ്തോത്രം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. സ്തോത്രം. പിന്നെ പ്രാർത്ഥിക്കുക, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ. സ്തോത്രം. മത്തായി 26:42. എനിക്ക് ഒന്നുകൂടെ വായിച്ചേര്. മത്തായി 26:42. ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ. വായിച്ചാട്ടെ. പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടാ എങ്കിൽ നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ. ഏതാ അത്? സ്തോത്രം. മരണമല്ല, മനുഷ്യകുലത്തിന്റെ പാപം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗത്തിന്റെ പാപം മാറണം, പാപത്തിന് നീക്കം വരണം. സ്തോത്രം. എന്നാൽ പാപത്തിന് നീക്കം വരാൻ ഞാനത് കുടിക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ തന്നേരെ ഞാൻ കുടിച്ചേക്കാം. സ്തോത്രം. അല്ല, ഞാനത് കുടിക്കുകയല്ലാതെ വേറെ വല്ല വഴിയുമുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പാപപരിഹാരത്തിന് വല്ല വഴിയും വേറെ ഉണ്ടെങ്കിൽ അത് ചെയ്യണേ. സ്തോത്രം. ഇതൊന്നും അറിയാൻ മേലാഞ്ഞിട്ടല്ല, പിന്നെ നമ്മെ ഒന്ന് ഓർമ്മിപ്പിച്ചു തരണം. സ്തോത്രം. മനുഷ്യകുലത്തിന്റെ മുമ്പിൽ വലിയൊരു പ്രഖ്യാപനമായിട്ടാണ് അതിരിക്കുന്നത്. ആദാമ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് പാപരഹിതനായ പരിശുദ്ധനായ ദൈവപുത്രൻ ആ പാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ല. സ്തോത്രം. നമുക്കറിയാമല്ലോ, ഔപചാരികമായ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അവസാനമായി ഔപചാരികമായി ഒന്നുകൂടി ചോദിക്കാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, കല്യാണം എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ്, ഒരു കാര്യമാണ്, ഒരു ശുശ്രൂഷയാണ്. രണ്ട് ഭാഗത്തുമുള്ള ബന്ധുക്കളെല്ലാം കൂടി ഒരുമിച്ച് കൂടി, കാരണവന്മാരെല്ലാം കൂടെ കൂടി എല്ലാ കാര്യവും പറഞ്ഞെല്ലാം തീരുമാനിച്ച് സഭാപ്രതിനിധികളും എല്ലാവരും കൂടെ കൂടി ഔപചാരികമായി വിവാഹ നിശ്ചയ രേഖയൊക്കെ എഴുതി തയ്യാറാക്കി. എല്ലാം എഴുതി, അറിയാമല്ലോ, എഴുതി തയ്യാറാക്കി എല്ലാവരും അറിയാം. ശരി, അവസാനമായി രണ്ട് ഭാഗത്തുനിന്നും, വരന്റെ ഭാഗത്തുനിന്നും വധുവിന്റെ ഭാഗത്തുനിന്നും വളരെ പ്രായവും പക്വതയുമുള്ള അംഗീകരിക്കപ്പെട്ട മാന്യരായ രണ്ട് കാർന്നോന്മാര് പരസ്യമായി എഴുന്നേറ്റ് വരും. പരസ്യമായി എഴുന്നേറ്റ് വന്നിട്ട് അവസാനം എഴുത്ത് കൈമാറാനാ. അവസാനം ചോദിക്കും, സദസ്സിനോട് ചോദിക്കും, എഴുത്ത് കൊടുക്കട്ടെ? മറ്റൊരു ചോദിക്കും, എഴുത്ത് വാങ്ങിക്കട്ടെ? എന്നാ ഒരു മനസ്സിലാവുന്നുണ്ടോ? എന്തിനാ ഇത് ചെയ്യുന്നത്? പിന്നെ എന്തിനാ ഇവിടെ വന്നേ? ഈ പരിപാടി എല്ലാം ചെയ്തത് ആ ഒരു കാര്യത്തിന് വേണ്ടി. എന്നിട്ട് അവസാനമായിട്ട് പിന്നെയും ചോദിക്കുക. ഇപ്പൊ നമ്മള് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാതിരിക്കുമോ? വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ ഒക്കെയല്ല. മനസ്സിലായില്ലേ?
വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദീകരണം കൊടുത്തു. എന്തുകൊണ്ട് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞ് വിശദീകരണം കൊടുത്തു കഴിഞ്ഞ് വിശദീകരണം കൊണ്ട് തീരാത്ത പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലേ, വാങ്ങിക്കാൻ നോക്കുകയില്ല. അപ്പോൾ ഏത് കാര്യത്തിനും ഔപചാരികമായ ഒരു പരിസമാപ്തിയുണ്ട്. മനസ്സിലായല്ലോ? സ്തോത്രം. എ ക്ലൈമാക്സ്. അപ്പോൾ ഇതാ ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്തോത്രം. കാൽവറിയിലെ ത്യാഗപൂർണമായ വേദനാ നിർഭരമായ യാഗമരണത്തെക്കാൾ ഒട്ടും കുറഞ്ഞൊരു ചടങ്ങായിരുന്നില്ല ഗെത്സമനായിൽ അരങ്ങേറിയത്. സ്തോത്രം. കേൾക്കണേ. ചില ആളുകൾ ചോദിക്കും, ക്രൂശിൽ മരിച്ചതുകൊണ്ട് തന്നെ ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് നടന്ന ചടങ്ങുകളൊക്കെ ശ്രദ്ധേയമാണ്, ശുശ്രൂഷകൾ. അതെ, അവസാനമായി പാപപരിഹാരത്തിന് വേറെ യാതൊരു വഴിയുമില്ല എന്നുള്ളത് സ്തോത്രം ഒരിക്കൽ കൂടെ ഉറക്കെ പ്രഖ്യാപിക്കുക. ഞാൻ കുടിക്കല്ലാതെ ഇത് നീങ്ങാൻ വേറെ ഒരു വഴിയുമില്ലെങ്കിൽ തന്നേര്. ഇല്ല. സ്തോത്രം. അങ്ങനെ അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. സ്തോത്രം. ഇവിടെ ഇച്ചിരി വിശദീകരണത്തിന് ആവശ്യമുണ്ട്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു എന്ന് പറയുമ്പോൾ നമ്മളിലെ പാപപ്രകൃതി കുറ്റം ഏറ്റെടുത്ത് അതിന്റെ ശിക്ഷ സഹിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ എല്ലാവരും? അതെ, ഇത് പറയാനായിട്ടൊരു പ്രത്യേക സാഹചര്യം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, ഈ ശാപം പൊട്ടിക്കുക എന്ന് പറയുന്നൊരു പരിപാടി കേട്ടായിരുന്നു? നാട്ടിലൊക്കെ ഇഷ്ടം പോലെ നടക്കുക. കേട്ടില്ലായിരുന്നു? പത്രത്തിലൊക്കെ ഇഷ്ടം പോലെ അഡ്വർടൈസ്മെന്റ് അല്ലേ കൊടുക്കുന്നേ? കഴ്സ് ബ്രേക്ക്. അത് പണ്ടേ ഉണ്ട്. ഡെറക് പ്രിൻസ് എന്ന് പറയുന്നൊരു സായിപ്പാണ് ഇത് തുടങ്ങിയതേ. ഡെറക് പ്രിൻസ് എന്നൊരു സാഹിബ്. ആ സായിപ്പ് പറയും, യഹൂദനെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ ശാപം വരും, നിന്റെ നാക്ക് ഉഴുക്കും എന്നാ പറയുന്നത്. യഹൂദൻ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, അവനെതിരെ നീ ഒരു വാക്ക് പറഞ്ഞോ നിന്റെ നാക്ക് ഉഴുക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ 2000 ഗൾഫിൽ വന്ന സമയത്ത്, ഞാനിവിടെ വന്ന സമയത്ത് അന്ന് ഈ പലസ്തീനുകൾ ഇങ്ങനെ കല്ലുകേറ് നടക്കുന്ന സമയമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. പലസ്തീനുകൾ ഇസ്രായേലിനെതിരെ ഭയങ്കര കല്ലുകൾ നടക്കുമ്പോൾ പലസ്തീനുകൾക്ക് വേണ്ടി ഇങ്ങനെ കളക്ഷൻ എടുക്കുക, ഒത്തിരി കളക്ഷൻ എടുക്കുക എല്ലായിടത്തും. ഇങ്ങനെ കളക്ഷൻ എടുക്കുമ്പോൾ പല ഓഫീസുകളിലും നിർബന്ധമായി ഒരു ദിവസത്തെ ശമ്പളം പലസ്തീനി പിള്ളേർക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് യഹൂദനെതിരെ ഒരു വാക്ക് പറയുന്നവന് ശാപം ഉണ്ടാകും എന്ന് ഈ സാഹിബ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ അതുപോലെ വിഴുങ്ങിയിരിക്കുന്ന നമ്മുടെ ഒത്തിരി സഹോദരങ്ങളുണ്ടല്ലോ, അവർക്കൊക്കെ പ്രശ്നം. അനേക സഹോദരങ്ങൾ ഇങ്ങനെ പറയുന്നു, യഹൂദനെതിരെ നമ്മൾ കൊടുക്കുമല്ലേ? ഇപ്പം യഹൂദനെതിരെ നിൽക്കുന്നവനെ ഈ കൊടുക്കുന്ന കാശും കൊണ്ട് അവൻ ഇവിടെ ഫുജിറായിന്ന് പാറ പൊട്ടിച്ചു വലിയ 24 വീലുള്ള വലിയ ട്രെയിലറിൽ കൊണ്ടുപോകുക അവിടെ എറിയാൻ. അപ്പൊ നമ്മൾ അതിന് ഫൈനാൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇത് ശരിയാണോ? ശാപം ഉണ്ടാകില്ലേ? നിങ്ങൾ മറന്നുപോയോ? ഓർക്കുന്നില്ലേ? ഇവിടെയൊക്കെ നിങ്ങളും കൊടുത്തു കാണുമില്ലേ? അങ്ങനെ അപ്പം പരസ്യമായി തന്നെ ഒത്തിരി ദി നമ്പർ ഓഫ് എൻക്വയറീസ് വർ സോ മെനി ദാറ്റ് ഐ ടുക്ക് ടൈം ഇൻ എ പബ്ലിക് മീറ്റിംഗ് ടു എക്സ്പ്ലെയിൻ തിങ്സ് ടു ദം. അങ്ങനെ ഒന്നിച്ചങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നമ്മൾ അങ്ങനെ പേടിക്കരുത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ ജോലിയാണോ വലുത്, അതോ ഇസ്രായേലിനെതിരെ ഒരു വാക്ക് മിണ്ടാതെ ഇരിക്കുന്നതാണോ വലുത്? 2 രൂപയാണ് തീരുമാനിച്ചോണം. മറ്റൊന്ന്, ഇസ്രായേൽ ചെയ്യുന്നതിനെ എല്ലാം അംഗീകരിക്കാൻ ഒക്കൂ. ഇസ്രായേൽ മക്കളിലുണ്ട് സേറ്റനിസ്റ്റ് ഉണ്ട്. സേറ്റനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പിശാച് സേവകര്, സാത്താന്റെ ബലി നടത്തുന്നവര്, മനസ്സിലായില്ലേ? കളിപ്പീരുകാര്, നിരീശ്വരന്മാര്. കാർൽ മാർക്സ് വാസ് എ ജ്യൂ, ഓർക്കുന്നില്ലേ? വാസ്തവത്തിൽ ഇവന്മാര് ഭയങ്കരന്മാരാ. ദൈവം കൊടുത്ത കഴിവ് ഒരു വേറെ പല വഴിക്കാവും. അറിയാമല്ലോ, ഹിറ്റ്ലർ 65 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേമ്പറിട്ട് കൊന്നതിന്റെ
You know, the designer of the gas chamber and the person behind that was another Jew. Eichmann. ഓർക്കുന്നില്ലേ? ഐക്യമാൻ അവനൊരു യഹൂദനായിരുന്നു. ഹിറ്റ്ലറുടെ അടുത്ത അഡ്വൈസർ ആയിരുന്നു. അപ്പൊ അവനും യഹൂദന. അവനാ മറ്റു യഹൂദന്മാർ 65 ലക്ഷം എണ്ണത്തെ കൊല്ലാനായി ഗ്യാസ് ചേമ്പിലിട്ട് കൊന്ന് വക വരുത്താനായിട്ട് സകല പരിപാടി ഒപ്പിച്ചവൻ അവനായിരുന്നു. അതുകൊണ്ടാണ് Israelites, they captured Eichmann alive and brought him before a jury. അവന്റെ ആ ജൂറിയുടെ മുമ്പിൽ അവനെ വിസ്തരിക്കുന്നതൊക്കെ ലോക മാധ്യമങ്ങൾ പരസ്യപ്പെടുത്തിയതായിരുന്നു. ജൂറി അവനെ വിസ്തരിക്കുമ്പോൾ ഹെഡ് ജൂറി മാൻ ചോദിച്ചു, what do you do with the children? കുഞ്ഞുങ്ങളെ കൊണ്ട് നീ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തു? ഒന്നും സംഭവിക്കാത്ത മട്ടിൽ in an unemotional way he just said, we gave them one sweet each. കുഞ്ഞുങ്ങളെ ഗ്യാസെങ്കിലോട്ട് വിടുന്നതിന് മുമ്പ് ഓരോ മോട്ടായി കൊടുത്താ വിട്ടതെന്ന്. അത് കേട്ടപ്പോൾ ഹെഡ് ജൂറി മാൻ ചാടി എഴുന്നേറ്റ് താന് ഇട്ടിരുന്ന കോട്ട് വലിച്ചൂരി പൊട്ടിക്കരഞ്ഞു. നിനക്ക് എങ്ങനെ ഇത്ര നിർനിമേഷനായി? വിത്തൗട്ട് എനി ഇമോഷൻ, ഹൗ കൻ യു സേ ദിസ്? ഇരക്കണക്കിന് നിരപരാധികളായ കുഞ്ഞുങ്ങൾ. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ആരാ? യഹൂദൻ. അവൻ കാണിച്ചത് തെറ്റാന്ന് പറഞ്ഞാൽ നാക്കെ കുഷ്ഠം വരുമെന്നോ? എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഇല്ല. വെൽ, അങ്ങനെ എന്തു പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ തലമുറയിൽ പണ്ടങ്ങോണ്ട് ആരാണ്ട് പിന്നെ ഒരു കൊലക്കേസിലെ പ്രതിയായിരുന്നെങ്കിൽ ആ ശാപം ഇപ്പോഴും നിങ്ങളുടെ നാളെ ഉണ്ടെന്ന്. പിന്നെ നിങ്ങളെ ആരെങ്കിലും വഴിയെ പോകുന്നവൻ നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചു, നിങ്ങൾ കൊടുത്തില്ല, കൊടുക്കാൻ ചെന്നോ അതിനെ പ്രാഗിച്ചു പോയാൽ അതും ശാപമാണ്. കേട്ടില്ലേ? വായിച്ചില്ലേ പുസ്തകം? അനുഗ്രഹ ശാപം എന്നും പറഞ്ഞ് ഇവിടെ ബി ജി വർഗീസല്ലേ ഇഷ്ടം പോലെ ഇവിടെ തർജ്ജമ ചെയ്ത് വിട്ടില്ലേ? സുവിശേഷം പറയാനുള്ള ദേവദാസന്മാർ അവരുടെ സമയം വചനവിരുദ്ധമായ പരിപാടികളിൽ ഉപയോഗിക്കുന്നതിൽ സങ്കടമുണ്ട്. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? ഇനി പേര് പറയുന്നത് പബ്ലിക്കാണെങ്കിലും പേര് പറയാൻ അവർ പരസ്യപ്പെടുത്തിയല്ലേ, പിന്നെന്താ? പാസ്റ്റർ എം എ വർഗീസ്, അതായത് ഇതിന്റെ പ്രധാന വക്താവ്. കോട്ടയത്ത് തങ്കു എന്ന് പറയുന്നൊരു സഹോദരനുണ്ട്, മാത്യൂസ് കുരുവിള്ള, ഹെവൻ ലീവി, സ്വർഗീയവിരുദ്ധ. കേട്ടില്ലേ? 14,000 പേരോടെ കൂടുന്നുണ്ട്. അദ്ദേഹം ഹി വാസ് എ മെമ്പർ ഓഫ് അവർ ചേർച്ച്. അവൻ ഞങ്ങളുടെ ചർച്ചിൽ ഒരു മെമ്പറായിരുന്നു. ഞാൻ അവനെ വ്യക്തിപരമായി വളരെ ഗുണഘോഷിച്ചിട്ടുണ്ട്. അവൻ പിന്നെ കുരിശുപള്ളിയിൽ മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ നോയമ്പിന്റെ റാസാവായപ്പം വെച്ച് വീടിന് മുമ്പ് സ്വീകരിക്കുകയും ചെയ്തപ്പോൾ 3 മാസത്തെ കർത്തുമേശ എടുക്കരുന്ന് സഭ തർജ്ജനം ചെയ്തപ്പോൾ പിണങ്ങിപ്പോയി തുടങ്ങിയതാണ് കൂട്ടായ്മ. അതിപ്പം വളർന്ന് 4,000 പേര് അതിനകത്തുണ്ട്. കേൾക്കുന്നുണ്ടോ? അവരുടെയൊക്കെ പ്രധാന പരിപാടി ശാപം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ടും ഇങ്ങനെയുള്ള പാരമ്പര്യമായ ശാപങ്ങൾ മാറുന്നില്ലെന്നും അതിന് ദൈവം പ്രത്യേകം വരം കൊടുത്ത ചില സിദ്ധിയുള്ള ആളുകളുണ്ടെന്നും അവര് വന്നത് പൊട്ടിച്ചു വിട്ടെങ്കിലേ ശാപം മാറുകൊള്ളുന്നു. വ്യക്തികൾക്ക് ശാപമുണ്ടെന്നും കുടുംബത്തിന് ശാപമുണ്ടെന്നും ദേശത്തിന് ശാപമുണ്ടെന്നും അവർ പഠിപ്പിക്കുന്നുണ്ട്. ദേശത്തിന്റെ ശാപമൊക്കെ മാറുന്ന 3 ദിവസത്തെ ശുശ്രൂഷയാണെന്നൊക്കെ ഈ സെമി വർഗീസ് ഒരിടത്ത് ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തതിന്റെ ഒരു കസറ്റ് കഴിഞ്ഞ ദിവസം ഒരാൾ തന്ന് വിശദീകരണം ചോദിച്ചു. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ ചില ഇവിടെ വരും, ഇവിടെ വരാതിരിക്കുമോ? വന്നു കാണും. ഇല്ലായിരുന്നോ? കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഈ വർഷവും വരും. പിന്നെ കഴിഞ്ഞ വർഷം പൊട്ടിയതെല്ലാം പൊട്ടിക്കാണുകയല്ല, അതുകൊണ്ട് പിന്നെ വരണ്ടേ? പൊട്ടിച്ച് എല്ലാ നാട്ടിലും പൊട്ടിക്കണം. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കാൻ സമയമെടുക്കണം. എല്ലാവരും എൻ്റെ കൂടെ തന്നെയൊക്കെ ഉണ്ടോ? വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ പറയാം. എനിക്ക് വലിയ സങ്കടമുണ്ട്. നമ്മുടെ ഇടയിൽ ഉള്ള ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ അറിയപ്പെട്ട ചില ശുശ്രൂഷകന്മാർ പോലും ഇതിന്റെ വക്താക്കളായി അധപ്പതിച്ചിരിക്കുന്നതിൽ വളരെ സങ്കടമുണ്ട്. നമുക്ക് വിശദീകരണം അതിനാവശ്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതുമായിട്ട് ബന്ധമുണ്ടത്. യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിയിൽ വിശ്വസിച്ച് പാപപരിഹാരം പ്രാപിച്ചൊരു ദൈവവേദനയുടെ മേൽ പഴയ യാതൊരു പാരമ്പര്യ ശാപവും ഇല്ല. മനസ്സിലാവുന്നുണ്ടേ? സ്തോത്രം. അതെ, ഞാൻ ഇനി അവര് പറഞ്ഞ ഞങ്ങള് കോട്ടയത്ത് ഒരു പരസ്യമായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ടും പരസ്യമായതുകൊണ്ട് പേര് പറയുന്നില്ല. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ പ്രമുഖനായ ഒരു ശുശ്രൂഷകൻ വന്ന് കോട്ടയത്ത് യോഗം നടത്തിയപ്പോൾ ശാപമുണ്ടെന്ന് വരുത്തിക്കൂട്ടാൻ ചെയ്ത കാര്യം ഒന്ന് ജനത്തോട് ചോദിച്ചു. പിന്നെ യേശുക്രിസ്തു പാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തിയോ? ജനം പറഞ്ഞു യേസ്, ഏറ്റെടുത്ത്
പരിഹാരം വരുത്തി. പാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തി. യേശുക്രിസ്തു പാപം ഏറ്റെടുത്ത് പരിഹാരം വരുത്തിയെങ്കിൽ ഇപ്പം നമ്മളിൽ പാപമുണ്ടോ? ഉണ്ടോ? എന്താ പറയുന്നു? ആരും ഒന്നും മിണ്ടായിരുന്നു. നിങ്ങളെ പോലെ തന്നെ അവരും മിടുക്കരായിരുന്നു. ഇങ്ങനെ മിണ്ടായിരുന്നപ്പം അടുത്ത ചോദ്യം, നിങ്ങളിൽ പാപമില്ലെന്ന് പറയാൻ ധൈര്യമുള്ളവൻ കൈ ഉയർത്തട്ടെ. ആരും കൈ ഉയർത്തിയില്ല. എന്നിട്ട് പറഞ്ഞു എടുത്ത് വായിക്കേ റോമർ 7:19 എന്നാ തോന്നുന്നത്, നോക്കട്ടെ. റോമാലേഖനം 7-ാം അധ്യായം അതിന്റെ 17 ആകയാൽ അതിനെ 20 വായിച്ചു കേട്ടോ. അപ്പം പൗലോസ്ലീഹ എന്താ പറയുന്നത്? എന്നിൽ എന്താ വസിക്കുന്നു? പാപം വസിക്കുന്നു. എന്നോട് ചില സഹോദരങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരം കൂടി ഉൾപ്പെടുത്തി ഞാനിത് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ എന്തോ ഉണ്ട്? രക്ഷിക്കപ്പെട്ടാലും എന്തോ ഉണ്ട്? പാപം വസിക്കുന്നു. പിന്നെ പാപം പരിഹരിച്ചു. അപ്പൊ ആ ദൈവദാസനോട് ചോദിച്ചു, അപ്പൊ നിങ്ങളിപ്പോ എന്തോ ഉണ്ട്? യേശു ക്രിസ്തു പാപം ഏറ്റെടുത്ത് പരിഹാരം വരിച്ചിട്ട് ഇപ്പൊ ധൈര്യമായിട്ടൊക്കെ പറ, പേടിക്കാതെ, ഇപ്പൊ പാപമുണ്ട്. രണ്ടാമത്, യേശു ക്രിസ്തു രോഗം ഏറ്റെടുത്ത് പരിഹാരം വരുത്തിയോ? ഇപ്പൊ രോഗമുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, യേശു ക്രിസ്തു ശാപം ഏറ്റെടുത്തോ? ശാപം ഏറ്റെടുത്തു, ഇല്ലേ? പരിഹാരം വരുത്തിയോ? വരും. അപ്പൊ ഇപ്പൊ ശാപമുണ്ടോ? പറ. വീടു എന്തോ ശിക്ഷാവിധി ഇല്ല, സമ്മതിച്ചു. ശാപം ഉണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഈ പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് പരിഹാരം തരാനായിട്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ ശാപം ഉണ്ടോന്ന് ചോദിച്ചപ്പോ എല്ലാവരും ഉണ്ടേന്ന് പറഞ്ഞു. ശാപമുണ്ട്. രക്ഷിക്കപ്പെട്ടാൽ ഇപ്പൊ എന്തോ ഉണ്ട്? എന്റെ സഹോദരങ്ങളെ, എന്തൊരു വഞ്ചനയായി പോയി. മറുപടി കേട്ടെ. ഇവിടെ യേശുക്രിസ്തു ഏറ്റെടുത്ത് പരിഹാരം വരുത്തതിനെ സംബന്ധിച്ച് ചൊവ്വെ പഠിക്കാഞ്ഞുകൊണ്ട് വന്ന കുഴപ്പ. അതാ ഞാനിപ്പോ പറഞ്ഞു, യേശുക്രിസ്തു ഏറ്റെടുത്തത് പാപ സ്വഭാവമല്ല, പിന്നെ പാപത്തിന്റെ കുറ്റവും അതിന്റെ ശിക്ഷയുമാണ്. ഞാൻ വ്യക്തമാക്കി തരാം, ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് നമ്മളിലുള്ളത് പാപപ്രകൃതമാണ്. മനസ്സിലായോ? നമ്മളിലുള്ളത് എന്താണ്? പാപപ്രകൃതം, ഓൾഡ് സിൻ നേച്ചർ. അതാണ് ഒറിജിനൽ സിൻ. അതാണ് ആദ്യം നമ്മളിലിരിക്കുന്ന പാപ സ്വഭാവം. ആ പാപ സ്വഭാവം രക്ഷിക്കപ്പെടും, പിഴുത എറിയപ്പെടുന്നില്ല. കേൾക്കുന്നുണ്ടേ? സ്തോത്രം. അത് പിന്നെയും നമ്മളിൽ ഇരിക്കുന്നുണ്ട്. എനിക്ക് അതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ പറഞ്ഞു തരാനുണ്ട്. സ്തോത്രം. അപ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ, യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ വിശ്വസിക്കുമ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടുക. അതിനാണ് നീതീകരണം എന്ന് പറയുന്നു. രക്ഷയുടെ രണ്ടാം ഘട്ടമുണ്ട്. രക്ഷയുടെ രണ്ടാം ഘട്ടം വിശുദ്ധീകരണം. വിശുദ്ധീകരണം പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതല. പാപത്തിന്റെ ശക്തി നമ്മളെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ട്? അകത്ത് പാപപ്രകൃതമുള്ളത് കൊണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിൽ പാപപ്രകൃതമുണ്ട്. പാപപ്രകൃതമുണ്ട്. റോമാലേഖനം തന്നെ എടുത്താട്ട് കാണിച്ചു തരാം. 6-ാം അധ്യായം, റോമാലേഖനം 6-ാം അധ്യായം 12-13 വേഗം വായിച്ചാട്ട്. കേട്ടോ, ഇനി പാപം അകത്തുണ്ട്, പക്ഷെ അത് വാഴാൻ അനുവദിക്കരുത്. വായിച്ചു. ഇതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. കാര്യം എന്താ? പാപപ്രകൃതം രക്ഷിക്കപ്പെടുമ്പോൾ പിഴുത് എറിയപ്പെടുന്നില്ല. പാപപ്രകൃതം അകത്ത് ഉണ്ട്. അതാണ് രക്ഷയുടെ രണ്ടാം ഘട്ടം. പാപത്തിന്റെ സ്വാധീനതയിൽ വിധേയപ്പെടാതെ അനുദിന ജീവിതത്തിൽ നാം കൃപയിൽ ആശ്രയിച്ച് വിജയിച്ചു കൊള്ളണം. അതിന് വിശുദ്ധീകരണം എന്ന് പറയുന്നു. ഒന്നാമത്തത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ എന്ന് പറയുന്നു, നീതീകരണം. രണ്ടാമത്തത് വിശുദ്ധീകരണം. ഇത് വളരെ വിശദമായിട്ട് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ട്. ഞാൻ അതിന്റെ ഔട്ട്ലൈൻ മാത്രം ഇപ്പൊ പറയുക. വിശുദ്ധീകരണം. രക്ഷയുടെ മൂന്നാമത്തെ ഘട്ടം തേജസ്കരണം. പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും സ്തോത്രം പൂർണ്ണമായുള്ള വിടുതലാണ് എന്ത്? തേജസ്കരണം. ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. മനസ്സിലായല്ലോ? അതാ രക്ഷാപൂർത്തി. അപ്പോൾ
രക്ഷയുടെ ഒന്നാം ഘട്ടം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ യേശുക്രിസ്തുവിന്റെ കാൽവരി ബലിയാൽ. അതിന് നീതീകരണം എന്ന് പേര്. നീതീകരണമാ. ദൈവം നമ്മളെ നീതീകരിക്കുക, ന്യായീകരിക്കുകയല്ല. രണ്ടാ. ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ ചേട്ടൻ എന്നെ കൂടെ ഇച്ചിരി കുസ്തി ഉണ്ടായി, ചെറിയ അഭിപ്രായത്തിൽ ഈശാചേട്ടൻ ഒന്നും എന്നുള്ളതാണ്. അപ്പം വിവരം കേട്ടു, രണ്ടും കൂടെ ഇവരുണ്ടാന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്താടാ നിങ്ങൾ ചേട്ടാനിയുമല്ലേ? എന്താ? അത് അപ്പൻ അറിഞ്ഞു, അവൻ കാണിച്ചിട്ട് ഓരോ കുത്തൊക്കെ കാണിക്കുന്നതാണ്. അവന് അങ്ങനെ കാണിച്ചോണ്ടേ, ഇന്ന് ചേട്ടൻ അങ്ങനെ കാണിച്ചോണ്ടേ. രണ്ടുപേരും കൂടി അവിടെ അപ്പൻ്റെ മുമ്പിൽ കിടന്ന് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി നിർത്തിനടാ, നിർത്തിന്. നീ അങ്ങനെ ചെയ്തോണ്ട് അവൻ അങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തോണ്ട് നീ അങ്ങനെ ചെയ്തു. നീയും ശരിയാ, നീയും ശരിയാ, പോട്ടെ. കേൾക്കാനും കൊടുക്കണടാ കൊടുത്തു. രണ്ടുപേരും കൂടെ ഒന്നിച്ച് വിടും, ചാപ്പാട് കഴിച്ചിട്ട് പോയാൽ മതി. ശരി. അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് മൂന്ന് കൊടുത്തോണ്ടിരുന്നു. നീ ശരി ശരി. പിന്നെ കഴിഞ്ഞു. മേശയുടെ അപ്പുറവും ഇപ്പുറവും അപ്പൻ്റെ അടുത്തും വലത്തും ഇരുന്നു, ചാപ്പാടും ഒക്കെ കഴിച്ച് പോട്ടെ. അപ്പൻ അതിനെ അങ്ങ് വെള്ളയടിച്ച് വിട്ടു. മനസ്സിലായില്ലേ? സോപ്പിട്ട് വെള്ളയടിച്ച് വിട്ടു. ഇതാണ് ന്യായീകരണം. നമ്മളെ ആരെയും ന്യായീകരിക്കല്ലായിരുന്നു. എൻ്റെ മോനാ തോമസാ, അവൻ ചെയ്തതിന് പോട്ടെ, ഞാൻ കണ്ണടച്ചേക്കുന്നു. നോ നോ. എൻ്റെ മുഴുവൻ പാപവും അതിൻ്റെ മുഴുവൻ കുറ്റവും, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പാപത്തിൻ്റെ മുഴുവൻ കുറ്റവും ഓമന പുത്രന്റെ മേൽ ചുമത്തി. ഇത് വളരെ വ്യക്തമാക്കി തരാം, എൻ്റെ കൂടെ പറഞ്ഞേ. പുത്രന്റെ മേൽ ചുമത്തി എൻ്റെ മേൽ വിധിച്ചിരുന്ന മുഴുവൻ ശിക്ഷയും കർത്താവ് സഹിച്ചു. പാപത്തെ കാൽവറിയിൽ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും സ്വർഗത്തിലെ ദൈവം കൈകാര്യം ചെയ്തു. God dealt with man, the issue of man's sin, the problem of man's sin in all its fullness on the cross at Calvary. Stotram. The sin issue was settled once and for all at Calvary. പാപമെന്ന പ്രശ്നത്തെ പുത്രന്റെ ശരീരത്തിൽ അത് ചുമത്തി അതിനെ മുഴുവൻ ശിക്ഷയും വിധിച്ച്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അത് കൈകാര്യം ചെയ്തു. മനസ്സിലായില്ലേ? The sin issue is fully dealt with at Calvary. നീതി സ്ഥാപിച്ചു. അങ്ങനെ പുത്രനിൽ ഞാൻ വിശ്വസിക്കുമ്പോൾ, യേശുവിന്റെ മരണം എന്റെ മരണമെന്ന് ഞാൻ അംഗീകരിക്കുമ്പോൾ, സ്തോത്രം, ആ മരണം എന്റെ മരണമെന്ന് അംഗീകരിക്കുമ്പോൾ എന്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ വിടുവിക്കുക, എന്നെ ന്യായീകരിക്കുകയല്ല, നീതീകരിക്കുക. മനസ്സിലായോ? ന്യായീകരിച്ച പിന്നെ അവസരം വരുമ്പോൾ ഒക്കെ പൊക്കിക്കൊണ്ട് വരും. മനസ്സിലായില്ലേ? വെള്ളയടിച്ച വെള്ളം പൂച്ചു പോകുമ്പോൾ പുറത്തു വരും. എൻ്റെ കൂടെ ഉണ്ടേ. പക്ഷേ നീതീകരിച്ചതിനാൽ, ന്യായമായ ശിക്ഷ മുഴുവൻ കർത്താവ് സഹിച്ചതിനാൽ ഒരു കുറ്റത്തിന് 2 പ്രാവശ്യം ശിക്ഷയില്ല. എൻ്റെ പാപം എൻ്റെ കർത്താവ് അത് ഏറ്റെടുത്ത് ശിക്ഷ സഹിച്ചതിനാൽ ഇനി എൻ്റെ പാപ നിമിത്തം ഞാൻ ശിക്ഷിക്കപ്പെടുകയില്ല. പാപത്തിന്റെ ശിക്ഷ കാൽവറിയിൽ കഴിഞ്ഞു. സ്തോത്രം. അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 2 മുതൽ വായിക്കുമ്പോൾ, പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. സ്തോത്രം. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ഞാനിവിടെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. പാപത്തിന്റെ ശിക്ഷ കാൽവറിയിൽ കഴിഞ്ഞു. ഇനി പാപിയായതുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുകയില്ല. രക്ഷപ്പെട്ടല്ലോ അല്ലേ? ഞാൻ വളരെ സൂക്ഷിച്ചാ പറയും, നിങ്ങൾ എന്നെ കേൾക്കണേ. ഇനി പാപിയായതുകൊണ്ട് ആരും ശിക്ഷിക്കപ്പെടുകയില്ല. പിന്നെ ഒരുവൻ നരകത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു നരകത്തിൽ പോകുന്നത് യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്ന ഏക കാരണത്താല. സ്തോത്രം. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണേ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കണം. ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ട് ലോകത്തെ സ്നേഹിക്കും. എടുത്തെങ്കിലും വായിച്ചു. താഴ്ത്ത് വായിക്കും. 17, 18 വായിച്ചാട്ടെ.
ആ വിശ്വസിക്കാത്തവന്റെ ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായത്തിൽ വന്നു. ഒന്ന് നിർത്തണേ, താട്ട് വായിക്കണം. ഒന്ന് നിർത്തണേ. ന്യായവിധി എന്തുകൊണ്ടാ? അവന്റെ പുത്രനിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു. വായിച്ചോ. ന്യായവിധി എന്നതോ ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. കണ്ടോ? ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും. സ്തോത്രം. മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ. അതാണ് ന്യായവിധി. സ്തോത്രം. എൻ്റെ ഒരു സ്നേഹിതൻ ഉണ്ടായിരുന്നു. അവനോട് ചോദിച്ചൊരിക്കൽ, എടാ അമ്മായി, ഞാൻ ജനിച്ചത് പാപപ്രകൃതമുള്ളവനായി, ഞാൻ പാപ പശ്ചാത്തലത്തിൽ ജീവിച്ചു, സാഹചര്യം മുഴുവൻ പാപമംഗലമാണ്, അകത്തുനിന്ന് പാപത്തിന്റെ ശക്തമായ പ്രേരണ, പുറത്തുനിന്ന് പാപത്തിന്റെ ശക്തമായ ആകർഷകത്വം, എതിർക്കാൻ ഒക്കാത്ത സാഹചര്യം, പിന്നെയോ കടപ്പാടുകളുടെ നടുവിൽ ഞാൻ. ഈ കടപ്പാടുകളൊക്കെ നിർവഹിക്കണമെങ്കിൽ ഇത്തിരി വളഞ്ഞ വഴിയെ പോയാലേ ഒക്കത്തുള്ളൂ. അപ്പൊ നോക്കണേ, എല്ലാം പാപത്തിന് അനുകൂലം. ഉള്ളിൽ മങ്ങിയ തീപ്പൊരി പോലൊരു മനസാക്ഷി തെറ്റാന്ന് അവിടെ ചേട്ടൻ ഞരങ്ങുന്നുണ്ട് വല്ലപ്പോഴും. ഈ ശക്തമായ അകത്തുനിന്ന് പ്രേരണ, പുറത്തുനിന്നുള്ള ആകർഷകത്വം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, കടപ്പാടുകളുടെ വിളി, ഇതിന്റെ എല്ലാം നടുക്ക് ഈ കൊച്ചു മിന്നാമിനുക്ക് തീപ്പൊരിയെ ഞാൻ അവഗണിച്ച് പാപം ചെയ്തു. അതിനിപ്പോ എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ദൈവം എന്നെ നരകത്തെ വിട്ട ഇച്ചിരി നീതിയൊന്നുമല്ല. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടേ? ശരിയാ. ഉത്തരവ് എന്താ? സ്നേഹിത, നീ പാപം ചെയ്തുകൊണ്ടല്ല നിന്നെ നരകത്തെ വിടാൻ പോണത്. കാരണം നിന്റെ പാപപ്രകൃതത്തിന് നീ വ്യക്തിപരമായ ഉത്തരവാദി അല്ലെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം ലോകത്തിൽ കടന്നു. സ്തോത്രം. ജന്മനാൽ ഉൾക്കൊണ്ടതാണ് പാപപ്രകൃതം. ഇപ്പൊ നമ്മളിലുള്ള പാപപ്രകൃതം ജന്മനാൽ ഉൾക്കൊണ്ടതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പാപം ചെയ്തത് കൊണ്ടല്ല, പാപപരിഹാരത്തിന് പുത്രൻ തമ്പുരാൻ അവസാനത്തുള്ള രക്തവും ചിന്തി ഒരുക്കിയ രക്ഷാമാർഗത്തെ വിശ്വാസപൂർവ്വം അംഗീകരിക്കാഞ്ഞതുകൊണ്ടാണ് നരകത്തിൽ പോകാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ വായിക്കുമ്പോൾ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരു ഇരിക്കുന്നതും കണ്ടു. സ്തോത്രം. മരിച്ചവർ ആ ബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിന്നു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം മറ്റു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയതിന് ഒത്തവണ മരിച്ചവരുടെ പ്രവർത്തികൾക്ക് ന്യായവിധി ഉണ്ടായി. അവസാനം വായിക്കുമ്പോൾ, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അതാണ് അന്ത്യന്യായവിധി, വെള്ളസിംഹാസന ന്യായവിധി. സ്തോത്രം. ആ ബാലവൃത്തം, ബാലിക ബാലന്മാർ മുതൽ വൃത്തന്മാർ വരെ ശിശുക്കള കൂട്ടത്തിലില്ല. തിരിച്ചറിയാൻ പ്രായമാകാത്തവരാരും അന്ത്യന്യായവിധിയിൽ വരികയില്ല. ബാലിക ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ. ഇവിടുത്തെ കോടതി പോലും ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്നൊരു സമയം വെച്ചിട്ടുണ്ട്. ഏജ് ഓഫ് അക്കൗണ്ടബിലിറ്റി. നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് തിന്മ ഒഴിഞ്ഞ് നന്മ പിന്തുടരാൻ പരിജ്ഞാനം പ്രാപിക്കുന്ന ഒരു പ്രായപരിധി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് അവൻ എന്താ കുരുത്തക്കേട് കാണിച്ചാൽ അവനെ ശിക്ഷിക്കല. 1.5 വയസ്സുള്ളൊരു കൊച്ച് അപ്പന്റെ നോക്കെടുത്ത് ഒരുത്തനെ വെടിവെച്ച് വന്നാൽ ആരെയും ശിക്ഷിച്ചാൽ അപ്പനെ ശിക്ഷിക്കുള്ളൂ. കാര്യം he hasn't reached the age of accountability. കേൾക്കണേ സ്തോത്രം. ഇതുപോലെയാ. അതുകൊണ്ടാണ് മന്ദബുദ്ധികൾ, തിരിച്ചറിയാൻ പ്രായമാകാത്ത ശേഷിയില്ലാത്ത മന്ദബുദ്ധികളെ അന്ത്യന്യായവിധിയിൽ വരികയില്ല. മനസ്സിലാവുന്നുണ്ട്? ആര് ഭാഗ്യവന്മാരാ രാഷ്ട്രത്തിൽ. ദേഷ്യം വരുന്നുണ്ടോ? ഭാഗ്യവന്മാർ. തിരിച്ചറിയാൻ പ്രായം ഉള്ള പക്വത വരിക്കാനും. അതാ എന്റെ കർത്താവ് പറഞ്ഞു, കേൾക്കുന്നവരാ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. മനസ്സിലാവുന്നുണ്ട്? കേട്ടു, ബുദ്ധി ഉണ്ടായിപ്പോയി, തിരിച്ചറിഞ്ഞുപോയി. അതാണ് അന്ത്യന്യായവിധി. പ്രവൃത്തികൾ നരകത്തിലെ ശിക്ഷയുടെ തീവ്രത തീരുമാനിക്കുന്നതിൽ പാപപ്രവൃത്തികളുടെ ഏറ്റക്കുറച്ചുകൾ പരിഗണിക്കും. എന്നാൽ നരകത്തിലേക്ക് തള്ളുന്നതിന് പാപമല്ല കാരണം, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് കാരണം.
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത, നിലവിൽ പേരില്ലാത്തതെന്ന. എനിക്കത് പറയാൻ ആ ഭാഗത്തോട് ഞാൻ പിന്നെ വരാം. നിലവിൽ പേരില്ല എന്നുള്ളതാണ്. പണ്ടെങ്ങാണ്ട് എഴുതിയാൽ തുടയ്ക്കും കേട്ടോ. പുറപ്പാട് 32, 32, 33 വായിക്കണം. നിലവിൽ പേരുണ്ടോ? കുഞ്ഞാടിന്റെ ജീവപുസ്തകമാണ്. യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ മരണത്തിൽ പങ്കാളിയായി, ആ മരണത്തിലൂടെ ദൈവം ഒരുക്കിയിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും വിശ്വാസത്താൽ മുഴങ്കാലിൽ ഏറ്റുകൊണ്ട് ക്രിസ്തുവിനൊരു പുതിയ സൃഷ്ടിയായി കർത്താവിനായി ജീവിച്ചില്ല എന്നതാണ് നരകത്തിൽ പോകാനുള്ള ഏക കാരണം. അതിന് പാപം കാൽവറിയിൽ കൈകാര്യം ചെയ്തു. എല്ലാവർക്കും മനസ്സിലായി, നീ വിശ്വസിക്കട്ടെ. സ്തോത്രം. അപ്പോൾ പാപത്തിന്റെ രക്ഷയുടെ ഒന്നാം ഘട്ടം. രണ്ടാം ഘട്ടം വിശുദ്ധീകരണം. സ്തോത്രം. ഒന്നാം ഘട്ടത്തിൽ പാപത്തിന്റെ കുറ്റമാണ് പരിഹരിക്കപ്പെട്ടതെങ്കിൽ, അതിൽ നിന്നാണ് വിടുവിക്കപ്പെട്ടതെങ്കിൽ, അകത്ത് പാപപ്രകൃതം ഇരിക്കുന്നത് കൊണ്ട് പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നാം അനുദിനവും വിജയം പ്രാപിച്ചു കൊള്ളേണ്ടതാണ്. ചില ചോദിക്കാറുണ്ട്, രക്ഷിക്കപ്പെട്ടാ പോരെ, രക്ഷിക്കപ്പെട്ടാ പോരെ, പിന്നെ സ്നാനപ്പെടണോ, വിശുദ്ധീകരണം വേണോ, വേറെ കൂട്ടായ്മ വേണോ? കേട്ടിട്ടില്ലേ? നിങ്ങളും ചോദിക്കുന്നവർ കാണും ഈ കൂട്ടത്തിൽ. എന്റെ പൊന്നു സഹോദരങ്ങളെ, പ്ലീസ്, രക്ഷിക്കപ്പെടാന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടയായുള്ളൂ. രണ്ടാം ഘട്ടം വിശുദ്ധീകരണം. സ്തോത്രം. കർത്താവ് വരാൻ വൈകിയാൽ ഞാൻ കുറച്ച് ദിവസം കൂടി ഇവിടേക്ക് ഉണ്ട്. ന്യായമായ ഏത് വിശദീകരണങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ നിത്യതയുടെ കാര്യം എൻ്റെ പൊന്നു സഹോദരങ്ങൾ, ഇവിടുത്തെ വീസയുടെ കാര്യമാണെങ്കിലും പോലും വലിയ കുഴപ്പമൊന്നുമില്ലെന്ന്. നമുക്ക് ഇതിനേക്കാൾ മനോഹരമായ ഒരു രാജ്യം, ഗോഡ്സ് ഓൺ കൺട്രി, അവിടെ ഉണ്ട്. വായ തന്നവൻ യാവനയ്ക്ക് തീർച്ചയായിട്ടും തരും. ചിലപ്പോൾ മേസിഡീസ് മേടിക്കാൻ ഒത്തില്ലായിരിക്കും. വേണ്ട, നിനക്കൊരു മാരുതി മേടിച്ചുകൊണ്ട് നടക്കാം, ഒരു കുഴപ്പമില്ല. ദാറ്റ് ഈസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഹിയർ. ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഈസ് റിസ്കിംഗ് ഇറ്റേണിറ്റി. അതബദ്ധം കാണിക്കരുത്. നിത്യത ഇട്ട് പന്താടരുത്. നിത്യജീവനെ പണയപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യരുത്. പോട്ടെ, ഞാൻ മുമ്പോട്ട് പോയിക്കോട്ടെ. രക്ഷയുടെ രണ്ടാം ഘട്ടം പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ, വിശുദ്ധീകരണം. അപ്പോൾ വിശുദ്ധീകരണത്തിന് ആവശ്യമുണ്ടെന്നുള്ളത് തന്നെ പാപ സ്വഭാവം നമ്മളിൽ ഇരിക്കുന്നത് കൊണ്ടാണ്, എല്ലാവരിലും ഉണ്ട്. അത് പൗലോസും പറയുന്നു, എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ. യേശുക്രിസ്തു ഇത് ഏറ്റെടുത്തില്ല. യേശുക്രിസ്തു ഏറ്റെടുത്തതൊന്നും നമ്മളിലില്ല. വ്യക്തമാക്കാം. യേശുക്രിസ്തു പാപപ്രകൃതം ഏറ്റെടുത്താൽ യേശു പാപിയാകും, ഇല്ലേ? പാപം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ, പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല, പാപം അവസ്ഥയാണ്. ആ അവസ്ഥ കർത്താവിനകത്തോട് കയറിയപ്പോൾ കർത്താവ് പാപിക്ക് പിന്നെ പാപിയെ രക്ഷിക്കാൻ നോക്കൂ. തന്നെയല്ല, യേശു തന്റെ ശരീരത്തിൽ പാപങ്ങളെ ഏറ്റു. പാപപ്രകൃതം ശരീരത്തിലല്ല, ദേഹിയിലാണ്. ജഡം ദേഹിയിലാണ്. വ്യക്തമാവുന്നുണ്ടേ? കർത്താവ് തന്റെ ശരീരത്തിലാ. ഉദാഹരണം പറഞ്ഞുതരാം. കർത്താവ് ഏറ്റെടുത്തത് പാപത്തിന്റെ കുറ്റമാണെന്നും അതിന്റെ ശിക്ഷയാണെന്നുള്ളത് ഞാൻ ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കി തന്നു. ചിലരില്ല, വേറൊരു സിമ്പിൾ ഉദാഹരണം പറയാം. നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങളുടെ കുട്ടി മധ്യവേനലവധിയാണ്, ഉച്ചയൂണൊക്കെ കഴിച്ച് കുട്ടികളുമായി കൂട്ടുകൂടി കളിച്ചു നടക്കുന്ന കാലം. അവന് വീട്ടിലിരിക്കാൻ ഇവിടുത്തെ പോലെ അതല്ലല്ലോ, ചൂടത്തൊന്നും ഇല്ലല്ലോ. നല്ല സുഖമായ നല്ല റബ്ബർ തോട്ടത്തിന്റെ നടുക്ക് ഇവിടെ ഉള്ളൊരു നാട്ടുവഴി. അല്ല, വീട്ടിലിരിക്കുന്നതിനേക്കാൾ സുഖമുണ്ട് അവിടെ. കുട്ടികൾ അവിടെ ക്രിക്കറ്റും ബാറ്റും ഒക്കെ ആയിട്ട് പന്തും ഒക്കെ ആയിട്ടൊന്നും കളിക്കാൻ തുടങ്ങി. കളിച്ചോണ്ട് ഇച്ചിരി കുടുത്തക്കെട്ട് പിള്ളേരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. കളിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത വീട്ടുകാരൻ ഉച്ചയൂണും കഴിഞ്ഞൊന്ന് ഉറങ്ങാൻ കയറിയതാ. മൂപ്പര് ഉറങ്ങാൻ കിടന്നപ്പം ഇവിടെ കുട്ടികൾ ഭയങ്കര ബഹളം, ആരവാരം ബഹളം, ആർപ്പം, ഓട്ടം, ചാട്ടം, സിക്സർ അടിക്കുന്നു ബഹളം. ഇത് കഴിഞ്ഞപ്പോൾ അപ്പം ഈ അങ്ങനെ ഉറങ്ങാനൊക്കെ വേളി ആടി കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോൾ കുട്ടികൾ ബഹളം, ഇനടാ പിള്ളേരെന്ന് പറഞ്ഞ് ഓടിച്ചു. സങ്കല്പിക്കുക, കുട്ടികളെ ഓടിച്ചു. കുട്ടികൾ അന്നേരം ഓടിപ്പോയെങ്കിലും കുറെ അങ്ങോട്ട് കഴിഞ്ഞിട്ട് റബ്ബർ തോട്ടത്തിൽ നിന്നപ്പോൾ, എടാ നമ്മൾ പബ്ലിക് റോഡിലല്ലേടാ കളിച്ച്, അങ്ങനെ അടുത്ത വലിയ ആൾ കളിക്കുന്നു.
ഇത്ര സ്വൈര്യട അങ്ങനെ ഉറങ്ങണ്ടടാ. അതിനകത്തൊരു മഹാഗുരുത്തം കേട്ടോ വരേണ്ട, അവൻ ലീഡർഷിപ്പ് കൊടുത്തു, അവൻ കല്ലെറിയടാ എന്ന് പറഞ്ഞു. വന്ന് 5-6 കല്ല് പെറുക്കി ഓടിനിട്ട് എറിഞ്ഞു, ഒരു ജലജില്ലയും പൊട്ടിച്ചു, 3-4 ഓടും പൊട്ടിച്ചു. സങ്കല്പിക്കുക, ശബ്ദം കേട്ട് ചാടി എഴുന്നിട്ട് അടുത്ത വീട്ടുകാരും എല്ലാം ഓടി വന്നു. അപ്പോഴത്തേന് ഇവന്മാർ ചാടി വന്നപ്പോൾ കുട്ടികൾ ഓടിയ കൂട്ടത്തിൽ നിങ്ങളുടെ കുട്ടിയാണ് ഏറ്റവും പുറകെ ഓടിയത്. സങ്കല്പിക്കുക. അപ്പോൾ വന്നവൻ കണ്ടത് നിങ്ങളുടെ കുട്ടിയാ. എടാ തിന്നാറമല്ലടാ, അതാണ് അവന്മാരാ. അയാൾ വേഗം പാഞ്ഞ് നിങ്ങളുടെ വീട്ടോട്ട് വന്നേ. കുട്ടികളെ മര്യാദയ്ക്ക് വളർത്തണം, ചൊല്ലും ചോറും കൂടെ കൊടുക്കാൻ, ചോറ് മാത്രം കൊടുത്താൽ പോരാ. കണ്ടില്ല എന്തോ കുറേ ബഹളം. എന്താ ചേട്ടാ വിവരം വന്ന് നോക്ക കാണിച്ചു വെച്ചാൽ എന്തോ ചേട്ടാ വിവരം പറ. വീടെല്ലാം കൂടി എറിഞ്ഞു പിടിച്ചു. സത്യമാണോ എൻ്റെ കുട്ടി? നിങ്ങൾ വന്ന് നോക്കൂന്നേ. ഇപ്പൊ തന്നെ ഞാൻ പോലീസ് സ്റ്റേഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇവനെയൊക്കെ ദുർഗുണ പരിഹാര പാഠശാലയെ കുറെ നാൾ കടന്നേരി ഒക്കുള്ളൂ. ഇവനൊക്കെ അങ്ങനെ വിട്ടാ മര്യാദ പഠിക്കണം. ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞേച്ചോളൂ എന്ന് പറഞ്ഞ മൂപ്പർ ഓടി. ചേട്ടാ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട അപ്പനാണ്, എന്ത് ചെയ്യും? പറയും ചേട്ടാ എന്തോ വിവരം വന്ന് നോക്കാം. നോക്കിയപ്പോൾ ശരിയാ, ജണ്ട് പൊട്ടിച്ചു, ഓട് പൊട്ടിച്ചു. ചേട്ടാ കുട്ടികളല്ലേ, മണ്ടത്തരന്ന് കാണിച്ചു പോയി, പ്ലീസ് ക്ഷമിക്കാം. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയണ്ട പ്ലീസ്, ഞാനങ്ങ് പരിഹാരം വരുത്താം. ഇപ്പം തന്നെ 1/2 മണിക്കൂറിനാണ് ഇപ്പം തന്നെ കാര്യം ശരിയാക്കിയിരിക്കുന്നു. വേഗം പോയി ഓടി മേടിച്ചോണ്ട് വന്നു, മേസ്ത്രിയെ പിടിച്ചോണ്ട് വന്നു, ജനൽച്ചില്ലയും മേടിച്ചോണ്ട് വന്നു, ജനൽച്ചില്ലയും ശരിയാക്കി, ഓടും മാറിയിട്ടു, എല്ലാം ശരിയായി. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ കുറ്റം ഏറ്റിരിക്കുന്നു, പ്ലീസ് ക്ഷമിക്കാൻ. നോക്കണേ, ഉത്തരവാദിത്തപ്പെട്ട ഒരപ്പനാണെങ്കിൽ കുട്ടി കാണിച്ച കുരുത്തക്കേടിന്റെ കുറ്റം ഏറ്റ് അതിന്റെ ശിക്ഷയും സഹിക്കുക. മനസ്സിലായല്ലോ? ഇത് തന്നെയാണ് എൻ്റെ പൊന്നു കർത്താവ് ചെയ്തത്. ഒരു ലളിതമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ പാപത്തിന്റെ കുറ്റം ഏറ്റ് അതിന്റെ ശിക്ഷ സഹിച്ചു. കർത്താവ് ന്യായാധിപതിയാ, രാജാവാ, നമ്മുടെ വീണ്ടെടുപ്പുകാരനാ. സ്തോത്രം. നമ്മളെ ഇനി ന്യായം വിധിക്കാൻ വരുന്നവനാ. അവിടെ നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവിന്റെ ഉത്തരവാദിത്വത്തിൽ ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞല്ലോ, രാജാവെന്ന നിലയിൽ ചെയ്തതാണ്. ഓർക്കുന്നുണ്ടോ? രാജാവെന്ന നിലയിൽ ചെയ്തതാണ്. സ്തോത്രം. അപ്പോൾ ഇതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അപ്പൻ ഈ കുട്ടിയുടെ കുറ്റവും അതിന്റെ ശിക്ഷയും സഹിച്ച് പരിഹാരം വരുത്തുകയായിരുന്നു. ആ കുട്ടിയുടെ മത്സര സ്വഭാവം അപ്പൻ എടുത്തോ? അപ്പനിൽ കടന്നോ? ഇല്ല. കുട്ടിയുടെ മത്സര സ്വഭാവം അപ്പനിൽ കടന്നാൽ പരിഹാരമുണ്ടോ? താനങ്ങനെ എന്താണ്, ആ പിള്ളേരാ അങ്ങനെയൊക്കെ ചിലപ്പോൾ കല്ലെറിഞ്ഞെന്ന് വരും. അതിനാ ആ കല്ലിൽ എൻ്റെ കൊച്ചിൻ്റെ അഡ്രസ് ഉണ്ടോ? ആരാ പറഞ്ഞേട്ടാ? അയലോക്കംകാരൻ കണ്ടായിരുന്നു. അയലോക്കംകാരൻ അയാൾ അങ്ങനെ പലതും കാണും. പോലീസ് നിങ്ങൾക്കേ ഉള്ളോ? ഞങ്ങൾക്കും കൂടെ ഉള്ളതാ വരും. ഞാനും കൂടെ ടാക്സ് എടുക്കാം. താൻ എന്താണെന്ന് നോക്കിക്കോ. മനസ്സിലായില്ലേ? അതൊന്ന് നമുക്ക് നോക്കാം. ആ മത്സര സ്വഭാവം അപ്പനിൽ കടന്ന പരിഹാരമുണ്ടോ? ഇല്ല. മനസ്സിലായല്ലോ? മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ലളിതമായ ഉദാഹരണം പറഞ്ഞതാ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ പൊന്നു കർത്താവ് പാപപ്രകൃതം ഏറ്റെടുത്തില്ല. കർത്താവ് ഗെത്സമനായി ഏറ്റെടുത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ? പാപത്തിന്റെ കുറ്റവും അതിന്റെ ശിക്ഷയുമാണ്. കർത്താവ് ഏറ്റെടുത്തതൊന്നും ഇന്ന് നമ്മളിൽ ഇല്ല. കർത്താവ് ശാപം ഏറ്റെടുത്തു, പരിഹാരം വരുത്തി. കർത്താവിലുള്ളവൻ ഇനി ശാപം ഇല്ല. കർത്താവിലാണെങ്കിൽ ശാപമില്ല. അതാര് പറഞ്ഞാലും. മനസ്സിലായോ? പോപ്പ് മുതൽ ഇങ്ങ് താഴെ അറ്റത്തെ പാസ്റ്റ് വരെ പറഞ്ഞാലും പുസ്തകം പറയുന്നതിന് മേളിൽ ഒരു വാക്കില്ല. മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം. ഇനി ആട്ടെ, പറഞ്ഞല്ലേ, രോഗത്തിന്റെ കാര്യം കൂടി പറയാം. രോഗം കർത്താവ് പുസ്തകത്തിലുണ്ടല്ലോ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. സൗഖ്യം വന്നിരിക്കുന്നു. വളരെ ശ്രദ്ധിച്ചിരിക്കണേ. സൗഖ്യം വന്നിരിക്കുന്നു. പഴയ നിയമത്തിൽ എങ്ങനെയാണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. പഴയ നിയമത്തിൽ പറയുന്നു സൗഖ്യമാക്കുന്ന യഹോവ. പുതിയ നിയമത്തിൽ പറയുന്നു സൗഖ്യം വന്നിരിക്കുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ശ്രദ്ധിക്കണേ. അവിടെ ആള് രോഗിയാ, ഇവിടെ ആള് സുഖമുള്ളവനാ. അല്ലേ? സൗഖ്യമാക്കുന്ന യഹോവ, അപ്പൊ ആളെ രോഗിയാ. ഇവിടെ സൗഖ്യം വന്നിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് 1 പത്രോസ് 2:24. 1 പത്രോസ് 2:24. അവിടെ പറഞ്ഞിരിക്കുന്നത് കേവലം ശരീര സൗഖ്യത്തിന്റെ ഫിസിക്കൽ ഹീലിംഗിന്റെ കാര്യമല്ല, പെർഫെക്റ്റ് ഹെൽത്തിന്റെ കാര്യമാണ്. വായിച്ചോളൂ. പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ
കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇത് വളരെ ശ്രദ്ധിക്കണേ എല്ലാവരും. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി കൊണ്ടാണ് നമ്മുടെ രോഗസൗഖ്യം വന്നിരിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കാൽവറി ബലി കൊണ്ടുണ്ടായ രോഗസൗഖ്യം തുമ്മമ്പനി മാറുന്നതും ക്യാൻസർ മാറുന്നതുമല്ല. വിശദീകരിക്കാം, എന്നിട്ട് നിങ്ങൾക്ക് സംശയം ചോദിക്കുകയും ചെയ്യാം. അതായത് യേശുക്രിസ്തുവിന്റെ കാൽവറി ബലിയുടെ സാധ്യത ശരീരമണ്ഡലത്തിലുള്ള കാൽവറി ബലിയുടെ സാധ്യത നമ്മൾ അനുഭവിക്കുന്നത് പൂർണ്ണമായുള്ള സൗഖ്യമാണ്, തേജസ്കരണമാണ്. ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ്. റോമാലേഖനം 8-ാം അധ്യായം. റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഇറങ്ങുന്നു. കേട്ടോ, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. 1 യോഹന്നാൻ 3:2-3-4. 1-2-3. 1 യോഹന്നാൻ 3:1-2-3. നാം ദൈവത്തിൽ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ദൈവം അവനെ അറിയുന്നില്ലായതുകൊണ്ട് അമ്മയും അറിയുന്നില്ല. വായിച്ചോളൂ. ദൈവമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താഴെയിരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. കേട്ടോ. അതായത് കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ നമ്മളിപ്പോ ദൈവമക്കളാണ്. എന്നാൽ നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷം ആയിട്ടില്ല. സൗകര്യങ്ങളിൽ രക്ഷിക്കപ്പെട്ടതിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസമാധാനം കൊണ്ടൊക്കെ ആ കർത്താവ് സ്തോത്രം ആശ്രയബോധം ഉണ്ടല്ലോ, ഏത് പ്രശ്നം വന്നാലും ഒന്ന് പിടിച്ചു നിൽക്കാനൊക്കെ ചെറിയ ഇതുണ്ടല്ലോ എന്നുള്ളത് മാത്രം കൊണ്ട് തീരുന്നതല്ല രക്ഷയുടെ സാധ്യത. മനസ്സിലായാൻ പറഞ്ഞ് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഒന്നുകൂടെ കേട്ടെ. അയാൾ പറഞ്ഞത്, എടാ നട്ടല്ലില്ലാത്തവനുള്ള ഒരു ഊന്നുവടിയല്ലേടാ ഈ മതവും ദൈവവും ഒക്കെ. മനസ്സിലായാൻ പറഞ്ഞേ, നട്ടല്ലില്ലാത്തവനുള്ള ഒരു കേൾക്കുന്നില്ലേ ഊന്നുവടി എന്ന് പറഞ്ഞാൽ നല്ല ചങ്കൂറ്റമുള്ളവന് ഏത് പ്രതിസന്ധിയും തന്റെ വിൽപ്പാർ കൊണ്ട് നേരിടാമെന്നും. മനസ്സിലായില്ലേ? അവനൊന്നും ദൈവാശ്രയബോധമൊന്നും ഇല്ലെങ്കിലും ജീവിക്കാമെന്ന് വോൾട്ടയർ പണ്ടെങ്ങാണ്ട് പറഞ്ഞു. വോൾട്ടയർ നിരീശ്വരവാദി ജീവിതത്തിന് വലിയ പ്രതിസന്ധിയിൽ താൻ തകർന്ന വളരെ ശാശ്വതനായി. If there's no God, we should create one, for man needs a God. വോൾട്ടയർ പറഞ്ഞ ദൈവമില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു ദൈവത്തെ ഉണ്ടാക്കണം. കാര്യം ദൈവബോധമില്ലാതെ മനുഷ്യന് ജീവിക്കാൻ ഒക്കെയല്ല. വലിയ പ്രതിസന്ധിയുടെ നടുവിൽ അത്ഭുതകരമായി വിടുവിക്കാൻ കഴിയുന്നവനായ ഒരു ദൈവം എന്നുള്ള ആശയം മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുളിർമയാ അല്ലേ? അതെ, അത് നമ്മൾ ഇന്ന് പ്രാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല രക്ഷിക്കപ്പെടലിന്റെ സാധ്യത, രക്ഷിക്കപ്പെടലിന്റെ ആത്യന്തികമായ സാധ്യത കർത്താവിന്റെ തേജസ്സിനോട് അനുരൂപമായി തേജസ് പ്രാപിക്കുക. മനസ്സിലായോ? സ്തോത്രം. കർത്താവിന്റെ തേജസ്സിനോട് അനുരൂപമായ തേജസ്കരണമാണ്. നമ്മുടെ അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്താൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. ഫിലിപ്പി ലേഖനത്തിൽ വായിക്കുന്നു, സ്തോത്രം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അതാ വായിച്ചോ, സ്വർഗത്തിലാകുന്നു. സ്തോത്രം. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ 3-ാം അധ്യായത്തിന് 20-21 നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ വായിച്ചു 3:20 കേട്ടോ. സ്തോത്രം. നമ്മുടെ ഈ താഴ്ചയുള്ള ബലഹീനമായ ശരീരം തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടെ ഇടയ്ക്കൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ഈ നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയതുകൊണ്ടാണ് ഇവിടെ നമ്മളൊരു പ്രതിസന്ധിയിലായാൽ നമ്മളെ തിരിഞ്ഞു നോക്കാൻ ചിലപ്പോൾ ഒരുത്തനും ഇവിടുത്തെ എംബസി ഒന്നും നോക്കി. എന്നാൽ തിങ്ക് ഓഫ് one of the most powerful nations of the world, suppose an American is, ഒരു അമേരിക്കക്കാരൻ വേദോസ്തം കണ്ടു നടന്നെന്നും പറഞ്ഞ് പോലീസ് പിടിച്ച് അകത്തിട്ടെന്നിരിക്കട്ടെ. മനസ്സിലായില്ലേ? പോലീസ് പിടിച്ച് അകത്തിട്ടാൽ അന്ന് തന്നെ അങ്ങനെ അവന്റെ പൗരത്വം ഓർഡറുള്ളതുകൊണ്ട് ആ രാജ്യത്തു നിന്ന് അതിന്റെ പ്രധാനപ്പെട്ടവർ വന്ന് അവനെ അന്നേരം കൊണ്ടുവരും. ഇല്ലേ? കൊണ്ടുപോകും. സ്തോത്രം. നമ്മുടെ പൗരത്വം
നമ്മളിവിടെ അന്യരും സ്ഥാനാപതിയായിട്ട് കിടക്കുക. സ്തോത്രം. കുറച്ച് കഴിയുമ്പോൾ ഈ ലോകം നമ്മളെ ഇങ്ങനെ പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കർത്താവ് നമ്മളെ അങ്ങ് കൊണ്ടുപോകും. സ്തോത്രം. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവരെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി. ഇതാണ് രക്ഷയുടെ സാധ്യത, ആത്യന്തികമായ സാധ്യത, തേജസ്കരണം, ശരീരത്തിന് വിരുടുപ്പായ പുത്രത്വം. അപ്പോൾ കാൽവറി ബലിയുടെ സാധ്യത ശരീരമണ്ഡലത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് കേവലം ഒരസുഖം മാറുകയല്ല, പിന്നെയോ ശരീരത്തിന്റെ പൂർണ്ണമായ വീണ്ടെടുപ്പെന്ന തേജസ്കരണമാണ്. മനസ്സിലായോ? സ്തോത്രം. അതാണ് പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം വാക്യത്തിന്റെ അർത്ഥം. അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ പ്രാപിച്ചിരിക്കുക. തത്വത്തിൽ പ്രാപിച്ചു, പ്രായോഗികത്തിൽ പ്രാപിക്കാൻ അനുഭവിക്കാൻ ഒരു കൊച്ചിടവേള. വിശദമാക്കി തരാം, കൂടെ വരണേ. തത്വത്തിൽ നമ്മൾ പ്രാപിച്ചു, പ്രായോഗികത്തിൽ പ്രാപിക്കാൻ ഒരു കൊച്ചൊരു ഇടവേള. ഇതാണ് ദ ടെൻഷൻ ബിറ്റ്വീൻ ദ ഓൾറെഡി ബട്ട് നോട്ട് യെറ്റ്. തിയോളജിയിലെ ഒരു ടെൻഷനാണത്. അതായത് എഫേസ്യർ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസമാണ് ഇനി പോണത്. എഫേസ്യർ 2:7. അപ്പൊ ഇപ്പൊ എവിടാ ഇരിക്കുന്നേ? അങ്ങനെയാണോ? അബുദാബിയിലല്ലേ? പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് എവിടാന്നാ? സ്വർഗത്തിൽ. തത്വത്തിൽ നമ്മൾ സ്വർഗത്തിലാ. സ്തോത്രം. സ്വർഗത്തിലാ. എന്നാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ അവിടെ ചെല്ലാൻ ഒരു കൊച്ചൊരു ഇടവേള. ഒരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. APJ അബ്ദുൽ കലാം ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റായി ഇലക്ട്രൽ കോളേജ് സിസ്റ്റം അനുസരിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇലക്ഷൻ 12ാമത്തെ പ്രസിഡന്റ്. പത്രം മുഴുവൻ അദ്ദേഹത്തിന്റെ പൂർണ്ണകായ വർണ്ണചിത്രമിട്ടു. അബ്ദുൽ കലാം ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റ്. ലോകമാധ്യമങ്ങളെല്ലാം, എല്ലാ TV ചാനലുകളും അദ്ദേഹത്തിന്റെ നല്ല പടമിട്ടു. ഇന്ത്യയുടെ 12ാമത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ശരി. അപ്പോൾ പ്രവാഹങ്ങൾ ഏതാ? കോംപ്ലിമെന്റ്സ്, ആശംസയുടെ പ്രവാഹമായി. ഇഷ്ടം പോലെ ആശംസ. അപ്പോൾ സങ്കല്പിച്ചേ, നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ആഫീസിൽ നിന്നേ, അടൽ ബിഹാരി വാജ്പേയിയുടെ ആഫീസിൽ നിന്ന് ഒരു വലിയൊരു ഓഫീസർ ഒരു ഫയലുമായിട്ട് അബ്ദുൽ കലാമിന്റെ അടുത്തെത്തി. മിസ്റ്റർ കലാം, കൺഗ്രാജുലേഷൻസ് for being elected as our first president. We are proud of you. Wish you all the very best during your tenure. എല്ലാവരും പറഞ്ഞു. Now you are our president. Yes. Thank you. Please, won't you please sign out this ordinance? You being the president, why don't you please sign out this ordinance? നിങ്ങൾ എന്നാലേ പ്രസിഡന്റ് അല്ലേ, ഈ ഓർഡിനൻസിനകത്തോട്ടൊന്ന് ഒപ്പിട്ടേക്കണേന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം എന്താ പറയും? സോറി, I can't sign it right away. I have to take the oath of office. മനസ്സിലാവുന്നുണ്ടേ? എനിക്കിപ്പോ ഒപ്പിടാൻ ഒക്കെയില്ല. എനിക്ക് എന്ത് ചെയ്യണം? സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കണം. അത് കഴിഞ്ഞിട്ടേ എനിക്ക് ഒപ്പിടാൻ കഴിയുള്ളൂ. നോക്കണേ, സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി അവിടെ പന്തലിടുന്നു, ഡിഗ്നിറ്ററീസിനെ എല്ലാം ക്ഷണിക്കുന്നു, സെക്യൂരിറ്റി അറേഞ്ച്മെന്റ് ചെയ്യുന്നു, തകൃതിയായി പരിപാടി നടക്കുക. രാഷ്ട്രപതി ഭവനെല്ലാം അതിനുവേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു. എന്ന് വേണ്ട സാക്കല്ല കാര്യപരിപാടികളും തകൃതിയായി നടക്കുക. അവിടെ തകൃതിയായി നടക്കുമ്പോൾ പ്രസിഡന്റാണ് തത്വത്തിൽ, പക്ഷെ പ്രായോഗികത്തിൽ പ്രസിഡന്റ് അല്ല. മനസ്സിലായോ? ഇത് തന്നെയാണ് നമ്മുടെ ഗതി. ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. പ്രായോഗികത്തിൽ അങ്ങോട്ട് ചേരാൻ ഒരു ശക്കല വിടവേള. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുക. എന്നാൽ അനുഭവിക്കുന്നതിന് മുമ്പ് ഒരു കൊച്ചൊരു ഇടവേള. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ പത്രോസ്ലീഹ പറയുന്നത് കാൽവറി കുരിശിലെ സാധ്യതയെ കുറിച്ചാണ്. അവിടെ ശരീരത്തിന് വീരെടുപ്പ്. സ്തോത്രം. എന്നാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രോഗസൗഖ്യം എന്റെ കൂടെ ഉണ്ടോ? അത് പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരങ്ങളിൽ ഒന്നാണ്. രോഗശാന്തി വരം പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരങ്ങളിൽ ഒന്നാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന
രോഗശാന്തി. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. എന്നാൽ പത്രോസ്ലീഹ പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ്. എത്ര രോഗശാന്തി വരപ്രാപ്തന്മാരായാലും എല്ലാരെയും സൗഖ്യമാക്കാൻ ഒക്കുന്നില്ലല്ലോ. അത് പരിശുദ്ധാത്മാനുഗീതമായി, അത് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടം പോലെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. എന്നാൽ കാൽവറി ബലിയുടെ സാധ്യത വിശ്വസിക്കുന്ന ഏവർക്കും എന്ത് വ്യത്യാസം? രണ്ടും രണ്ടാ. വ്യക്തമായോ? ഇത് രണ്ടും രണ്ടാ. സഹോദരങ്ങളെ, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലെന്ന് തോന്നുന്നു. തോന്നുക. സപ്പോസ് ഐ എം സബ്ജക്റ്റഡ് ടു ആൻ എക്സിക്യൂട്ടീവ് ചെക്കപ്പ്. എന്നെ ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് വിധേയപ്പെടുത്തിയാൽ ചിലപ്പം ഡോക്ടർ പറയായിരിക്കും, ആനങ്കല്ല്, ഇന്ന അസുഖമുണ്ട്, പ്രഷർ നോർമലല്ല, ഷുഗർ നോർമലല്ല, പിന്നെ അത് നോർമലല്ല, ഇത് ഒത്തിരി നോർമലല്ല എന്ന് പറഞ്ഞിരിക്കും. ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പിന് വിധേയപ്പെടുത്തിയാൽ നമ്മളിൽ ആരും പൂർണ്ണ ആരോഗ്യമുള്ളവരെ ആയിരിക്കില്ല. മനസ്സിലാവുന്നുണ്ടേ? പൂർണ്ണ ആരോഗ്യമുള്ളവരാരും ആയിരിക്കില്ല. എന്തെങ്കിലും ഒക്കെ നമുക്കാണെങ്കിൽ ശരിക്കും ഒന്ന് ഓർത്ത് നോക്കി, എന്റെ കൂടെ പറഞ്ഞേ, ശരിക്കും ഒന്ന് ഓർത്ത് നോക്കിയേ, തികഞ്ഞ ആരോഗ്യമുള്ള ഒരാളിന്റെ നീളം എത്ര? വാട്ട് ഈസ് ദി ഐഡിയൽ ഹൈറ്റ് ഓഫ് എ മാൻ? എത്ര? 6 അടിയോ 6.25 അടിയോ 5 അടി 10 ഇഞ്ചോ? We don't know. What is the ideal weight of such a person? We don't know. മനസ്സിലായില്ലേ? എന്താ ഐഡിയൽ ബോഡി ടെമ്പറേച്ചർ? ഇത്ര മുതൽ ഇത്ര വരെ. സാധാരണ ഇപ്പൊ നമ്മുടെ ഇടയിലുള്ള ഷുഗർ എത്ര? ഷുഗർ, നോർമൽ ഷുഗർ എത്ര? 80 മുതൽ 120 വരെ. അതിന്റെ അർത്ഥം 50% വേരിയേഷൻ ഉണ്ടെങ്കിൽ നോർമലാന്ന് പൊക്കോളാൻ. We have lost sight of even the ideal standard. മനസ്സിലാവുന്നുണ്ടേ? എന്നാൽ എന്റെ പൊന്നിന്റെ കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ശരീര സൗഖ്യമുണ്ടല്ലോ, ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ് അവനുണ്ടായിരുന്ന ആരോഗ്യനിലയേക്കാൾ മെച്ചപ്പെട്ട ഒരു ആരോഗ്യനിലയാ. അതാണ് കാൽവറിയുടെ സാധ്യത. യു ഗെറ്റ് മീ? ഓൾ ഓഫ് യു ഗെറ്റ് മീ? സ്തോത്രം. അതാണ് കാൽവറി ബലിയുടെ സാധ്യത. അതാ ഞാൻ പറഞ്ഞത്, കാൽവറി ബലിയുടെ സാധ്യത ഇവിടുത്തെ തുമ്മമ്പനി മാറുന്നതിനകത്ത് ഒതുങ്ങുന്നില്ല. ഇപ്പൊ പിന്നെ ഇവിടുത്തെ രോഗസൗഖ്യമോ? അത് പരിശുദ്ധാത്മാവ് തിരുഹിത പ്രകാരം കൃപാവരമായി നൽകുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ചോദിക്കുക, പറയാം. മനസ്സിലായി? സ്തോത്രം. ആട്ടെ, ഞാൻ മുമ്പോട്ട് പോട്ടെ. അപ്പോൾ യേശുക്രിസ്തു സാക്ഷാൽ രോഗം ശീലിച്ചവനായി, ബലഹീനനായി. സ്തോത്രം. അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നു. സ്തോത്രം. യെശയ്യാ 51 പറഞ്ഞു, രോഗം ശീലിച്ചവനായി, മാൻ ഓഫ് സോറോസ്. സ്തോത്രം. മാൻ ഓഫ് സോറോസ്.